വിജയിച്ചു. പുരുഷന്മാര് കുടിച്ചു കുടിച്ചു കുടിച്ച് സ്ത്രീകൾ തുടങ്ങിയില്ലേ. അത് വലിയ തെറ്റല്ലാതെ വന്നിരിക്കുന്നു. ആൽക്കഹോൾ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞ് തുടങ്ങി, പിന്നെ ആൽക്കഹോളിലേക്ക് കാലെടുത്ത് വെക്കും. അങ്ങനെയാണല്ലോ നമ്മൾ തുടങ്ങുക. എന്തിനാ മേഖലയിലേക്ക് പോകരുത്? അള്ളാന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് എന്തിനാ സഹോദരൻ? മുത്തുനിബിതങ്ങൾ പറയുക, നിങ്ങളെ സ്നേഹം പറഞ്ഞാൽ മതിയോ? സുന്നത്തുമാക്ക് പറഞ്ഞാൽ മതിയോ? അള്ളാന്റെ റസൂല് വേണ്ടെന്ന് പറഞ്ഞ കാര്യം എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ടെന്ന് പറയാൻ മനസ്സ് കാണിക്കണം. പല ബാറുകളും റമളാൻ മാസമാകുമ്പോഴാ പെയിന്റ് അടിക്കുന്നത്, തിരക്കുണ്ടാവും. പല തിയേറ്ററുകളും റമളാൻ മാസമാകുമ്പോഴാ പുതിയ സ്ക്രീനൊക്കെ വെച്ച് സ്പീക്കറൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന, തിരക്കുണ്ടാവില്ല. എന്തിന് നമ്മളാ സ്വന്തം പല്ലുകുത്തി മണപ്പിക്കണം? സഹോദരങ്ങളെ, സങ്കടത്തോടുകൂടി പറയുകയാണ്, നിർത്താൻ നിങ്ങൾക്ക് സാധിച്ചാൽ ജീവിതത്തിൽ അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ജിഹാദ് അതായിരിക്കും. കാരണം ഇന്ന് ഇബ്ലീസിന്റെ തുരുപ്പ് ചീട്ടതാണ് കള്ളിന്റെ പേരിൽ. എന്റെ നാട്ടിലുണ്ട് സഹോദരങ്ങളെ, കള്ളുകുടിച്ചുകൊണ്ട് കടന്നു വന്നിട്ട് അശറഫ് എന്ന് പറയുന്ന സഹോദരൻ 2.5 വയസ്സുള്ള പൊന്നുമോള് കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞു പോയ സംഭവം. അള്ളാഹുവേ, കള്ളു മനുഷ്യനെ മൃഗമാക്കുമ്പോൾ ഉമ്മയെ തിരിച്ചറിയാൻ കഴിയാറ്, ഉപ്പയെ തിരിച്ചറിയാൻ കഴിയാറ്, ആ കള്ളു വീട്ടിന്റെ അകത്ത് നൃത്തം ചെലുത്തുമ്പോൾ ഈ കണ്ണൂർ ജില്ലയുടെ തലശ്ശേരിക്കടുത്ത് എത്രയോ സഹോദരിമാര് കരയുന്നുണ്ടാകും. ശരിയാണ് ഉസ്താദേ, കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് എന്റെ മൂടിക്കുപ്പിന് പിടിച്ചിട്ട് ചവറിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് എന്നെ ഉപദ്രവിക്കാറുണ്ട്, എന്നെ അടിക്കാറുണ്ട്, എന്നെ ഇടിക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ സമാധാനം കിട്ടിയിട്ടില്ല. ഒരു ദിവസം രാവിലെ മുതൽ രാത്രി സമയം വരെ ഈ വിനീതന്റെ മൊബൈലിലേക്ക് വരുന്ന ഫോൺ കോളുകൾ, ജയ്ഹിന്ദ് ടിവിയുടെ ഓഫീസിലേക്ക് വരുന്ന കത്തുകൾ, എത്ര കുടുംബ പ്രശ്നങ്ങളാ, എത്ര കണ്ണുനീരുകളാ, എത്ര സങ്കടങ്ങളാ. എന്റെ തലശ്ശേരി പാനൂരിനടുത്തുള്ള സ്നേഹസമ്പന്നരായ വിശ്വാസികളെ, വേണ്ട മോനെ, നമുക്ക് കള്ളു വേണ്ട, നമുക്ക് കള്ളു വേണ്ട, നമുക്ക് കള്ളു വേണ്ട. ചെറുപ്പക്കാരാ, അള്ളാഹു തന്നിരിക്കുന്ന ആരോഗ്യം എത്ര വലുതാണ് മോനെ, പടച്ചോന്നിരിക്കുന്ന ആഫിയത്ത് എത്ര വിലപിടിപ്പുള്ളതാണ്. അത് കേവലം ഒരു കുപ്പി കള്ളിനു വേണ്ടി നശിപ്പിക്കാൻ എങ്ങനെ തോന്നുന്നതാ നിന്റെ ശരീരത്തിന്? എന്റെ പൊന്നുപോലെ, ഈ രാത്രി അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതാ. വിദേശ രാജ്യത്ത് പോയി കുറച്ച് പണം സമ്പാദിക്കുമ്പോ കള്ളുകുടിക്കുന്ന സ്റ്റാൻഡേർഡിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, വിദേശ രാജ്യത്തേക്ക് പോയി പണമുണ്ടാക്കുമ്പോ മദ്യപിക്കാൻ താല്പര്യം കാണിക്കുന്ന സഹോദരാ, പൊന്നുമോനെ വേണ്ടതാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് വേണ്ടതാണെങ്കിൽ നമുക്ക് പിന്നെ എന്തിനാ? പൊന്നാരനബിതങ്ങൾ നമുക്ക് ആവശ്യമുള്ളതൊക്കെ തന്നിട്ട് പോയില്ലേ, പിന്നെ എന്തിനാണ് ഈ ഹറാമിയത്ത്? അതുകൊണ്ട് 100% എന്റെ ജീവിതത്തിലില്ല. കള്ളു മാത്രമല്ല, ചുണ്ടിനടിയിൽ തിരികെ വെക്കുന്ന ഹാൻസ് ഉൾപ്പെടെ ലഹരിയുമായി ബന്ധപ്പെട്ട ഒരു വസ്തുക്കളും എനിക്കില്ല. അതിന്റെ പേരിൽ നിനക്ക് 3 ദിവസം ചിലപ്പോ തലവേദന എടുക്കുമായിരിക്കാം, സമാധാനം നഷ്ടപ്പെടുമായിരിക്കാം. പോട്ടേ, മോതിരുണ്ട് വെള്ളത്തുണിയിൽ കുറഞ്ഞ് പള്ളിപ്പറമ്പിൽ കൊണ്ടുവെക്കുമ്പോ നല്ല സമാധാനം നിനക്കള്ള വരുന്നോടെ എപ്പോഴാണെന്ന് പറയാൻ പറ്റോ? എറണാകുളം ജില്ലയിലെ പ്രിയപ്പെട്ടവരുന്ന തൃശൂർ ജില്ലയുടെ അശ്വനി ഹോസ്പിറ്റല് തന്റെ പൊന്നുമോനെ കിടത്തിയിട്ട് കഴിഞ്ഞു കൂടുന്നുണ്ട്. അള്ളാഹുവേ, ആ ഉമ്മ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞതെന്താ? വാപ്പ ചെറിയ പ്രായത്തിലെ മരണപ്പെട്ടുപോയ 3 യതീമക്കളുടെ ഉമ്മയാണ് ഉസ്താദേ. ഞാൻ വേറെ വിവാഹം കഴിച്ചില്ല. ആ മക്കൾക്ക് വേണ്ടിയാ ജീവിക്കുന്നത്. മക്കളെന്ന് പറഞ്ഞാൽ എന്റെ ജീവന്റെ ജീവനാണ്. ആ പ്രിയപ്പെട്ട ഉമ്മ പറയുകയാണ്, 2 പെൺമക്കളാണ്, ഏറ്റവും മൂത്ത കുട്ടി ആണാണ്, അവനെന്റെ പൊന്നുമോനാണ്, എന്റെ കുടുംബത്തിന്റെ നെടുന്തൂണാണ്. മക്കളുള്ളവരെ, ആരോഗ്യമുള്ള മക്കളുള്ളവരെ, 18 വയസ്സുള്ള ആൺമക്കളുള്ളവരെ, 25 വയസ്സുള്ള ആൺമക്കളുള്ളവരെ, അഭിമാനത്തോടുകൂടിയല്ലേ ഈ കസേരയിൽ നിങ്ങൾ വന്നേക്കുക. അവര് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് പറ്റോ? അവർ കൈമോശം വന്നു പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ നിനക്ക് പറ്റോ? ആ ഉമ്മ പറയും, ഉസ്താദേ, എന്റെ മൂത്ത മകന് ബൈക്ക് അപകടത്തിൽപ്പെട്ടു, 11 ദിവസമായി അശ്വനി ഹോസ്പിറ്റലിന്റെ ഐസിയിൽ കിടക്കുകയാ. ഞാനതാ സ്വലാത്തുൽ ഖുർആനോട് വാർഡിന്റെ പുറത്ത് നിൽക്കുകയാ. ഇതുവരെ കണ്ണു തുറന്നിട്ടില്ല. ഇതുവരെ എന്റെ പൊന്നുസ്താദേ അനക്കം തന്നിട്ടില്ല, ശരീരം ചലിക്കുന്നില്ല. എനിക്ക് ഉടുതുണിക്ക് മറുതുണിയില്ലാത്തവളാണ്, സഹായിക്കാൻ ആരുമില്ലാത്തവളാണ്. 3 ദിവസം ഐസിയിൽ കിടന്നപ്പോൾ 65,000 രൂപയാണ് ബില്ല് വന്നത്. എനിക്ക് ബില്ലടക്കാൻ കാശില്ലായിരുന്നു. 50 രൂപ പോലും എടുക്കാൻ കയ്യിലില്ലാത്ത ഞാൻ എന്റെ വീട്ടിന്റെ അകത്തേക്ക് നിന്നപ്പോ യതീമാരെ എന്റെ പ്രിയപ്പെട്ട 2 പെൺമക്കളും കരഞ്ഞുകൊണ്ടവര് പറയുന്നു, നമുക്ക് കമ്മല് വേണ്ട, നമുക്ക് മോതിരം വേണ്ട, ഒരുപാട് കട്ട
പറഞ്ഞിട്ടുകൊണ്ടാണ് ഉസ്താദേ എന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ ഒരു ചെറിയ മഞ്ഞ ആഭരണം വാങ്ങിയിട്ട് കൊടുത്തത്. അവരെ കൂട്ടുകാരികൾ കളിയാക്കുമ്പോ അവരെ കൂടെ പഠിക്കുന്നവരുടെ മുന്നിൽ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരുപാട് പേരുടെ മുന്നിൽ തിണ്ടിയിട്ടാണ് എന്റെ പൊന്നുമൻ കെട്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് ആ സ്വർണത്തിന്റെ ആഭരണം വാങ്ങി ഞാൻ എന്റെ മക്കൾക്ക് ഇട്ടുകൊടുത്തതെങ്കിൽ അതെല്ലാം ഞാൻ അടിച്ചെടുത്തു. പൊട്ടുപോലെയുള്ള കമ്മല് ഞാൻ അടിച്ചെടുത്തു. നൂലുപോലെയുള്ള മോതിരം ഞാൻ അടിച്ചെടുത്തു. അതെല്ലാം കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് പണയം വെച്ചു. എന്നിട്ട് അപ്പുറത്ത് വീട്ടിൽ നിന്നൊരു സഹോദരിയുടെ സ്വർണ്ണാഭരണം മുഴുവനും വാങ്ങി 70,000 രൂപയ്ക്ക് തടയപ്പെടുത്തിയിട്ടാ ബില്ലടച്ചത്. പക്ഷേ ഇന്ന് 11 ദിവസമായി പൊന്നുമോന് കണ്ണു തുറന്നിട്ടില്ല. ആരോഗ്യമുള്ള ചെറുപ്പക്കാരാ, ഒരു കുപ്പി കണ്ണിന് വേണ്ടി അല്ലാതെ പറക്കോ. എങ്ങനെ കഴിയുന്ന ചെറുപ്പക്കാരാ, എങ്ങനെ കഴിയുന്നടാ? നിന്റെ ശരീരത്തിന്റെ ഒരു ഞരമ്പിനല്ലാഹു തകരാറ് തന്നാൽ, നീ സഞ്ചരിക്കുന്ന ബൈക്കുന്ന അപകടത്തിൽപ്പെട്ടാൽ, നീ കഴിക്കുന്ന ഭക്ഷണമൊന്ന് നിന്റെ തൊണ്ടയിലൊന്ന് കുടുങ്ങിപ്പോയാൽ, നിന്റെ രക്തത്തിൽ ക്യാൻസറിന്റെ അണുക്കളൊന്ന് പടർന്നുപോയാൽ, മോനോ കള്ളുപിടിക്കാൻ കൂടെ നിന്നവരില്ല, പെണ്ണ് പിടിക്കാൻ കൂടെ നിന്നവരില്ല, പൈസയ്ക്കും കാലോലിത്തരങ്ങൾക്കും വികാരങ്ങൾക്കും കൂടെ നിന്ന ഒരാൾ പോലുമില്ല. മുടിയെല്ലാം കൊഴിഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് RCC ഉൾപ്പെടെയുള്ള ക്യാൻസറിന്റെ ഹോസ്പിറ്റലിനകത്ത് കിടന്ന് കൈകാലിട്ടടിക്കുന്ന രംഗത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കുമോനെ. ആ ഉമ്മ പറയുന്ന 11 ദിവസമായി എന്റെ പൊന്നുപോലെ കണ്ണു തുറന്നിട്ടില്ല. ഇന്നെന്റെ കയ്യിലേക്ക് ഡോക്ടർ വന്നിരിക്കുന്ന ബില്ലുണ്ടല്ലോ, 1,35,000 രൂപയാണ്. ഞാനെവിടെ പോകും ഉസ്താദേ? ഏത് കടയിൽ പോകുമേത് പള്ളിയിൽ പോകുമേത് സംഘടനയുടെ മുമ്പ് പോകുമെന്ന് ചോദിച്ച് പൊട്ടിക്കറിഞ്ഞു പോരെങ്കിൽ അല്ലാഹു തന്ന ആരോഗ്യത്തെ കല്ലിനും കഞ്ചാവിനും കൊടുത്ത് അടിച്ചു പൊളിച്ചു ജീവിതം പിശാചിന്റെ കയ്യടി കണ്ടിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാരാ, എന്റെ സഹോദരിമാരെ, ഇത്തരമൊരവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇത്തരമൊരവസ്ഥയെ തൊട്ട് പടച്ചു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുമിച്ച് ദുആ ചെയ്യാൻ അല്ലാഹ് സ്വീകരിക്കൂലേ? ഇത്രയും ജനങ്ങൾ, അതിൽ മുത്തഅല്ലിമീങ്ങൾ, ആലിമീങ്ങൾ, ഹാഫിദീങ്ങൾ, യതീമക്കൾ, തഹജ്ജുദ് പോലും മുടക്കാത്ത ഉമ്മമാർ. പിന്നെ നിങ്ങൾ എന്നെ ഒരു ബറക്കത്ത് എനിക്ക് നിങ്ങൾ തരണ്ട. പക്ഷേ എല്ലാ ദിവസവും രാത്രി ഒരു 3 മണിക്കൂർ ഇൽമു പറയുന്ന ഒരു നാവാണ് എന്നൊരു പരിഗണന നിങ്ങൾക്ക് എനിക്ക് തന്നോട്ടെ. എന്റെ ബറക്കത്തും കാര്യങ്ങളൊക്കെ പോട്ടെ. ഒരു മണിക്കൂറിന് 2 ലക്ഷം രൂപയാണ് ഫേസ്ബുക്കിലുണ്ട്, ആയിക്കോട്ടെ. ഫ്ലൈറ്റിലേ വരുള്ളൂ, ആയിക്കോട്ടെ. എന്തുകൊണ്ട് ആയിക്കോട്ടെ, സന്തോഷം. പക്ഷെ ഞാൻ പറയുന്നു, അതൊക്കെ നിങ്ങൾ മാറ്റിവെക്കും. 3 മണിക്കൂർ ഇൽമു പറയുന്ന ഈ നാവിനൊരു ബറക്കത്ത് ഉണ്ടാവുമല്ലോ, എന്നും ഇങ്ങനെ പറയൽ. ആ ബറക്കത്ത് വെച്ചിട്ട് ഞാൻ ദുആ ചെയ്യാൻ പോവാ. ഞാൻ ദുആ ചെയ്യുമ്പോ അള്ളാഹു എന്റെ മക്കളെ കുറിച്ച് പറയാം. നിങ്ങൾ ആലോചിച്ച്, എന്റെ മക്കൾക്ക് അള്ളാഹു ഒരു രോഗം തന്നാൽ, കണ്ണൂർ ജില്ലയിലുള്ള തലശ്ശേരിയുള്ള എന്റെ പ്രിയ സുഹൃത്ത് സൗന്ദര്യയുടെ ഹാഷിമോ, അല്ലെങ്കിൽ ഹാഷിമിന്റെ കുടുംബക്കാരോ, അല്ലെങ്കിൽ ഇവിടെയുള്ള മറ്റു കൂട്ടുകാരോ, പാനൂരുള്ള നിയാസോ ആരെങ്കിലും പറയുന്നു ഉസ്താദ് നമുക്ക് എന്തെങ്കിലും കൊടുക്കണം, സുഖമില്ലാതെ കിടക്കല്ലേ മോൻ, ഒരു 10 കോടി രൂപ നിങ്ങൾ കൊണ്ട് തന്നാലും ചിലപ്പോൾ 10 കോടിയേക്ക് തികയില്ലെങ്കിൽ ആ രോഗം വന്ന എന്റെ മോനെ കൊണ്ട് ഞാൻ ഇവിടെ പോവാൻ. അത് എന്തുകൊണ്ട് നിങ്ങൾക്ക് വരില്ല? നിങ്ങൾ എന്ത് അങ്ങനെ ചിന്തിക്കുന്നത്? അതിന് മാത്രം നിങ്ങൾ പടച്ചവന്റെ ആരാ? അത് അള്ളാഹ് തരാതിരിക്കാൻ മാത്രം നമ്മളൊക്കെ അള്ളാഹുവിന് എന്താ ചെയ്തിട്ടുള്ളത്? ഈ ഇരിക്കുന്ന സഹോദരിമാരെന്ന് ചിന്തിച്ച്, നിങ്ങളുടെ ഭർത്താവിന് എങ്ങനെ അസുഖം തന്ന, നിങ്ങളുടെ മക്കൾക്ക് എങ്ങനെ അസുഖം തന്ന, നിങ്ങൾക്ക് എങ്ങനെ അസുഖം തന്ന. ഇന്ന് ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട 1-2 പേര് പറഞ്ഞു ഉസ്താദേ, പ്രഭാഷണം കഴിഞ്ഞു പോകുമ്പോൾ ക്യാൻസർ ബാധിച്ച ഒരു സഹോദരി, 100% ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ തിരിച്ചുവിട്ടിരിക്കുന്ന ഒരു സഹോദരിയുണ്ട്. ഒരു പെൺകുട്ടിയാണ്, ഒരു പ്രിയപ്പെട്ട പെങ്ങളാണ്. ഉസ്താദിന് വലിയ ഇഷ്ടമാണ്, ഒന്ന് കാണണം. എങ്ങനെ കാണാതെ പോകും സഹോദരൻ? ക്യാൻസർ എന്ന മഹാമാരി. നമുക്ക് ഈ സദസ്സിൽ ദ്വാരക്കാം. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പള്ളിയെ അലങ്കരിച്ച് നിർത്തി സയ്യിദന്മാരെ, ഉസ്താദുമാരെ, സുന്നത്ത് ജമാഅത്തിന്റെ സർവ്വ പണ്ഡിതന്മാരെയും കൊണ്ടുവന്ന ഈ സ്വർഗത്തിന്റെ വേദിയെ ധന്യമാക്കാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു സ്വതക്ക ചെയ്തിട്ട് മാരക രോഗം നിങ്ങൾക്ക് തന്ന് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ രോഗം തന്ന് പരീക്ഷിക്കല്ലേ അല്ലാഹ് എന്ന് നമുക്ക് ദുആരക്കാം. അതിനു വേണ്ടിയിട്ടാണ് ദുആ. ഇന്ന് നിങ്ങൾ ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് ഇടുന്ന സ്വതക്ക ഞാൻ ആദ്യം ഇടും, അതിനുശേഷം നിങ്ങളിടും. അതൊക്കെ എന്തിനു വേണ്ടിയിട്ട്? ഒറ്റ നിയ്യത്ത്. റബ്ബേ, 10ഉം 200ഉം 100ഉം കോടി രൂപയ്ക്ക് മരുന്നിനു വേണ്ടി പള്ളികളുടെയും കൂട്ടുകാരുടെയും വീട്ടിൽ പോയി. ചില ആൾക്കാർ പറയില്ലേ, എടാ എനിക്ക് ബിസിനസ്സും സാധനങ്ങളൊക്കെ ഉള്ളതാ, പക്ഷെ എന്റെ മോൻ അസുഖം വന്നപ്പോ അതൊക്കെ ഞാൻ പണയപ്പെടുത്തി, രക്ഷയില്ല, ഞാൻ നിന്റെ മുന്നിൽ വന്ന് കൈനീട്ടുന്ന ഒരു അവസ്ഥ വന്നു. അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. അങ്ങനെ ഒരു അവസ്ഥ അള്ളാഹു നമുക്ക് തരാതിരിക്കട്ടെ. പടച്ചോന്റെ പള്ളിയുടെ ഭംഗിക്കു വേണ്ടിയും അലങ്കാരത്തിനു വേണ്ടിയും കഷ്ടപ്പെട്ട ആ കഷ്ടപ്പാട് ഈ സദസ്സിൽ വന്ന് 2 മണിക്കൂർ കൊണ്ട് കണ്ട നമ്മെ അള്ളാഹു അത്തരം അവസ്ഥയെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ.
ബാക്കി ഭാഗം പറയുന്നതിന് മുമ്പ് 3 സ്വലാത്ത് ചൊല്ലി കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വതക്ക ഇടാം. ആ ഒരു വലിയ വിപത്ത് തടയാൻ 10 രൂപയാണ് നിങ്ങൾ വില കൽപ്പിക്കുന്നതെങ്കിൽ അതിടാം, 100 ആണെങ്കിൽ അതിടാം, 1000 ആണെങ്കിൽ അത്. നിങ്ങൾ നിന്ന് അങ്ങനെ വാങ്ങി ഈ പള്ളിക്ക് വേണ്ടി 50 ലക്ഷം പിരിച്ചു കൊടുക്കാനല്ല, നമ്മൾ അങ്ങനെ ചെയ്യണ്ടേ? ഈ ഒരു അവസരം കിട്ടിയിട്ട് നമ്മൾ അതിനെ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു കൊണ്ടുപോയി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ രാജാതിരാജനായ രാജസയ്യിദായ അല്ലാഹ്, ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് നല്ല മനസ്സോടുകൂടി സ്വതക്ക ചെയ്യുന്നവരെ നീ കബൂലാക്കണേ അല്ലാഹ്. അവരെ വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അവരെ പ്രയാസങ്ങളെ നീക്കിക്കൊടുക്കണേ അല്ലാഹ്. അവരെ രോഗങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. കരുണക്കടലാറെ പടച്ചവനെ ഈ ബക്കറ്റിലേക്ക് 100, 200, 500 സ്വതക്കയിടുന്നവർ ആരുമാരുടെയും പേര് പറയുന്നില്ല അല്ലാഹ്, അഡ്രസ് പറയുന്നില്ല അല്ലാഹ്, ആവശ്യങ്ങൾ പറയുന്നില്ല അല്ലാഹ്. ഈ ബക്കറ്റിലേക്കിടുന്ന സ്വതക്ക സ്വീകരിച്ചുകൊണ്ട് കോടികൾ ചിലവ് വരുന്ന രോഗം ഞങ്ങൾക്ക് തരില്ല അല്ലാഹ്. ഞങ്ങളുടെ മക്കളെയും കൊണ്ട് ജമാഅത്ത് പള്ളിയുടെ മുമ്പ് പോയി ജുമാ കഴിഞ്ഞിറങ്ങുമ്പോ ഷാള് വിരിച്ചിരുന്നുകൊണ്ട് പിരിവ് നടത്തുന്ന ഗതികേട് വരുത്തല്ല അല്ലാഹ്. പടച്ചവനെ, മക്കളില്ലാത്ത ആരെങ്കിലും ഇതിന്റെ അകത്തേക്ക് സ്വതക്കയിടുന്നെങ്കിൽ അവർക്ക് ആരോഗ്യമുള്ള മക്കളെ നീ കൊടുക്കണ റബ്ബേ. അവരെ സർവ്വ വിഷമങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. സർവാനുഗ്രഹങ്ങളും അനുഭൂതികളും നീ നിറച്ചു കൊടുക്കണേ അല്ലാഹ്. ആരും ആരെയും അറിയിക്കേണ്ട, കാണിക്കേണ്ട കാര്യമില്ല. നല്ല മനസ്സോടുകൂടി ചെയ്താൽ മതി, നിഷ്കളങ്കമായി. അല്ലേ? ഞാൻ അതിന് കൊടുക്കുന്ന ഒരു വില വേഗോട്ടെ. ആ നിൽക്കുന്നവരുടെ ഭാഗത്ത്, സ്ത്രീകളുടെ ഭാഗത്ത്, പിന്നെ കെട്ടിടങ്ങളുടെ മുകളിൽ, പിന്നെ ഈ മതിലുകൾക്കപ്പുറത്ത്, അതുപോലെ വാഹനത്തിന്റെ ആ സൈഡിലൊക്കെ നിൽക്കുന്ന ധാരാളം പേര്. സൗകര്യം ഇച്ചിരി പരിമിതമാണ്, എല്ലാവരും പൊരുത്തപ്പെടണം. ആർക്കും സംഘാടകരോട് ദേഷ്യം ഉണ്ടാവരുത്. ഇച്ചിരി കൂടി മുതിർന്ന ആരും ഇല്ല വിടാൻ. തീരെ കുട്ടികളെ വിടാതിരിക്കുക കഴിവിന്റെ പരമാവധി. ഞാൻ ചോദിക്കുമ്പോ മതി, ചോദിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ വിഷയം കറക്റ്റ് 2 മണിക്കൂർ പറഞ്ഞതിന് ശേഷം, 2 മണിക്കൂറായോ? 2-2.25 മണിക്കൂർ വിഷയം പറഞ്ഞതിന് ശേഷം പള്ളിക്ക് വേണ്ടി സ്വതക്ക അതൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്രിമത്വം ഒന്നുമില്ല. വഞ്ചിക്കലും പറ്റിക്കലും ചൂഷണം ചെയ്യലും ഒന്നുമില്ല. നിങ്ങൾ ഇത്രയും ദൂരത്തിരുന്ന് കഷ്ടപ്പെട്ടു വന്നവരാണ്. അതുകൊണ്ട് നിങ്ങളെ ഞാൻ പിടിച്ചിരുത്തി അരമണിക്കൂർ വാത് പറഞ്ഞിട്ട് ദാത്താ ഊരിയാത്താന്നും പറഞ്ഞ് സ്വർണം ചോദിക്കൂല. വഅദ് പറഞ്ഞതിന് ശേഷം നിങ്ങളോട് ചോദിക്കും, സൗകര്യമുള്ളവരും താല്പര്യമുള്ളവരും തരും. ഇനി ഒരാളും തന്നില്ലെങ്കിൽ പള്ളിയുടെ കടം എന്തായാലും അല്ലാഹു തആല വിട്ട് അതിനുവേണ്ടി കഷ്ടപ്പെട്ട ഒരുപാട് പേരുണ്ട്. പക്ഷെ നമുക്കത് പൂർണ്ണമായി അല്ലേ, നാളത്തെ ഒരു പ്രഭാതത്തോടുകൂടി പള്ളിക്ക് വേറെ ബാധ്യത ഇനി ഉണ്ടാവാൻ പാടില്ല. സുന്ദരമായി അത് കഴിയണം. അത് നമ്മുടെ ബാധ്യതയാണ്. അത് കണ്ട നമ്മുടെ ഹക്കാണ്. ആ സൗന്ദര്യം കണ്ട നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ അതുകൊണ്ട് സൗകര്യമുള്ളവരും. പിന്നെ ഇതൊരു അത്ഭുതമാണ്. അള്ളാഹു തീരുമാനിക്കുന്ന ചില വ്യക്തികൾ, തീരുമാനിക്കുന്ന ചില സമ്പത്ത്, ചില സദസ്സിലൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കിയ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ളവരുണ്ടാകും. അനങ്ങില്ല, ഇങ്ങനെ ഇരിക്കും. ഉസ്താദിന് എത്ര ചരിത്രം പറഞ്ഞാലും ഞാൻ അനങ്ങൂല ഉസ്താദ്, ഞാൻ ഒരുപാട് കണ്ടതാണ്. ഈ പള്ളിയൊന്നും ഇവിടെ വെക്കേണ്ട ഒരു കാര്യമില്ല, ഇതൊക്കെ നമ്മൾ നിസ്കരിക്കാൻ ചെറിയ പള്ളി എന്നൊക്കെ പറഞ്ഞിങ്ങനെ സ്വയം ന്യായം കണ്ടെത്തിയിട്ട് ഇബ്ലീസ് പിടിച്ചിരുത്തിയിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അവരല്ലാതെ ചില പാവപ്പെട്ടവരുണ്ടാവും ഇതിനിടയിൽ. അള്ളാഹു അതല്ലേ അത്ഭുതം. സാധുക്കൾ, നിർമ്മലഗിരിയിൽ നിന്ന് ഒരു കുടുംബം വന്നിട്ടുണ്ട്. അള്ളാഹു ആ കുടുംബത്തിന് ബറക്കത്ത് ചെയ്യട്ടെ. ചില സാധുക്കൾ ഉണ്ടാവും, പട്ടിണിപ്പാവങ്ങൾ അല്ലെ. അവർക്കിത് കേൾക്കുമ്പോ കണ്ണീരാണ്. അള്ളാഹു ഒന്നുമില്ലല്ലോ പടച്ചവനെ കൊടുക്കാൻ. എന്റെ നല്ല പള്ളിയെക്കുറിച്ച് പറയാണല്ലോ ഉസ്താദ്, ഒന്നുമില്ല കൊടുക്കാൻ. അങ്ങനെ സ്വന്തം പേഴ്സ് എടുത്തു നോക്കുമ്പോൾ അതിലുള്ളതിൽ നിന്ന് ഏറ്റവും വലിയൊരു നോട്ട് ചിലപ്പോൾ 50 രൂപയായിരിക്കാം. ആ പൈസ ഈ സദസ്സിലേക്ക് കൊടുത്താൽ ഇവിടുത്തെ സമ്പന്ന വർഗം കൊടുക്കുന്ന 50 ലക്ഷത്തെക്കാളും അള്ളാഹുനിഷ്ടം അതായിരിക്കും. എന്തുകൊണ്ടാ? അവന്റെ മനസ്സിന്റെ നന്മയാണ്. ഒന്നും ഇല്ലാതായി പോയ റബ്ബേ, ആ പള്ളി കണ്ടപ്പോ സന്തോഷം തോന്നി, ഞാൻ എന്നെ മുഴുവനായിട്ടും കൊടുക്കുകയാണ് എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയിലുള്ള സാധുക്കൾ. അതാണ് നമ്മുടെ വിജയം. അള്ളാഹു നമ്മയൊക്കെ പാവപ്പെട്ടവരാക്കട്ടെ. അള്ളാഹു നമ്മെ മറക്കുന്ന പണത്തെ തൊട്ട് അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ.
അപ്പൊ ഒന്നാമത്തെ ആയുധം കള്ളാണ്. നിങ്ങൾക്കറിയാം ബർസീസ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ നിങ്ങൾക്കറിയാം. ചരിത്രം വിശദീകരിച്ചാൽ വിഷയം തീരില്ല, വിശാലമാണ്. അതുകൊണ്ട് ബർസീസ എന്ന് പറയുന്ന മനുഷ്യന്റെ കഥ ഞാനെന്ന് ചുരുക്കി പറയുകയാ. അല്ലാഹുവിന്റെ റസൂൽ സഹാബത്തിന് വിശദീകരിച്ചു കൊടുക്കുന്ന കഥയാണ്. എന്തോ ഒരു ഇബാദത്താണെന്നറിയോ? കണ്ണൂരുകാരെ, നിങ്ങളെ കൊണ്ടങ്ങനെ ഇബാദത്ത് ചെയ്യാൻ കഴിയില്ല. എത്ര പ്രസംഗം നിങ്ങൾ കേട്ടാലും ഇതുപോലെ ഇബാദത്ത് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല. ആ ബർസീസ വല്ലാത്ത ഇബാദത്താണ്. സുജൂദിൽ നിന്ന് തല ഉയർത്തുന്ന നേരമില്ല. സുജൂദോടെ സുജൂദാണ്, ഇബാദത്തോടെ ഇബാദത്താണ്, ആരാധനയോടെ ആരാധനയാണ്. ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഇബ്ലീസിന് സഹിച്ചില്ല. നിങ്ങൾ ഇന്നു മുതൽ ദിക്റും ദുആയും സ്വലാത്ത് തുടങ്ങാൻ നോക്കി, ഇബ്ലീസിന് സഹിക്കൂല. ഒരു മാസം നബിതങ്ങളെ കാണാനുള്ള ഒരു സ്വലാത്തിന്റെ കണക്ക് ഞാൻ പറഞ്ഞു തന്ന ചൊല്ലോ ഇൻഷാ അല്ലാഹ്. നബിതങ്ങളെ കാണാൻ വേണ്ടിയിട്ട് ഒരു സ്വലാത്തിന്റെ ഒരു കണക്ക് ഞാൻ പറഞ്ഞുതരാം. ഇന്നു മുതൽ ചൊല്ലിയാൽ ഒറ്റ നിയ്യത്ത് വെക്കണം. സ്വലാത്തല്ല പറയുന്നത്, സ്വലാത്തിന്റെ കണക്കാണ്. ഒരു കണക്ക്, ഒരു അടുക്കും ചിട്ടയുമുള്ള കാര്യം അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. കൃത്യമായി ചെയ്യുന്ന കാര്യം അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ്. ഒരു സ്വലാത്തിന്റെ കണക്ക് ഞാനത് പറഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇന്നു മുതൽ സാധിച്ചാൽ മുത്തുനബിയെ കണ്ടു മരിക്കാൻ പറ്റും. കാരണം ഇബ്ലീസിന്റെ ചതിയിൽ പെടാതിരിക്കണമെങ്കിൽ അത് നമുക്ക് ആവശ്യമാണ്. ചൊല്ലാൻ നിങ്ങൾ ഒരുക്കാണല്ലോ. ഇൻഷാ അല്ലാഹ് അങ്ങോട്ട് പോരാ അല്ലേ? ഭാര്യ അത്ര പോരാന്ന് പറയണമല്ലോ. ഇൻഷാ അല്ലാഹ് അത്ര പോരാ. ഇൻഷാ അല്ലാഹ്ക്ക് കട്ടി വേണം, പവർ വേണം. ഒരു മാസം 4444 സ്വലാത്ത് ചെല്ലാൻ ഒരു ദിവസം എത്ര സ്വലാത്ത് ചെല്ലണം? ഇപ്പൊ മൊബൈൽ എടുക്കും, ജസ്റ്റ് മിനിറ്റ്. നമുക്ക് നാളെ അതാണല്ലോ, മൊബൈൽ വന്നതോടുകൂടി നമ്മുടെ മെമ്മറിയൊക്കെ ലൂസായി. മറ്റതെല്ലാ നമ്പരും നമുക്കറിയാം. എളാപ്പാടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ, ഇക്കാടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ, ഉപ്പാടെ വീട്ടിലെ ലാൻഡ് ഫോൺ നമ്പർ, ഇന്ന് ഏത് നമ്പർ വേണമെങ്കിലും ബാക്കിയുടെ നമ്പർ ഏതാ? 66 മൊബൈൽ വന്നതോടുകൂടി എല്ലാം പോയളയാന്ന് പറയാം, ഫുള്ള് പോയി. അതുകൊണ്ട് കണക്കൂട്ടാൻ മൊബൈൽ എടുക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം 153 സ്വലാത്ത് വെച്ച് ചൊല്ലിയാൽ 29 ദിവസമാകുമ്പോ 4444 ആകാൻ 7 എണ്ണത്തിന്റെ കുറവുണ്ടാവും. 29 ഞാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? എന്തെങ്കിലും കുറവ് വന്നാൽ ഒരു ദിവസം കൊണ്ട് ഒരു മാസത്തിൽ പരിഹരിക്കാൻ വേണ്ടി 29 ആക്കിയതാ, 30 ആക്കാത്തതാണ്. കാരണം ചില മാസത്തിൽ നമുക്ക് അങ്ങനെ വരുമല്ലോ. ഒരു ദിവസം 153 സ്വലാത്ത് വെച്ച് നിങ്ങൾ ചെല്ലാം. നാരിയത്ത് സ്വലാത്തായാൽ വലിയ സന്തോഷം, അതിലെ പുണ്യമാണല്ലോ. സ്വലാത്തുൽ ഫാത്തിഹ്, സ്വലാത്തു ഷിഫ, ധാരാളം സ്വലാത്തുണ്ട്. അപ്പൊ ഈ സ്വലാത്ത് ഒരു ദിവസം ഇപ്പൊ ഒന്നുമില്ലെങ്കിലും സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് മതി, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി. ഒരു ദിവസം 153 സ്വലാത്ത് വെച്ച് ചൊല്ലിയാൽ 29 ദിവസമാകുമ്പോൾ 4444 ആവാൻ എത്ര എണ്ണത്തിന്റെ കുറവ്? 7 എണ്ണത്തിന്റെ കുറവ്. 7 കൂടെ ചൊല്ലി അതങ്ങ് പൂർത്തീകരിച്ചാൽ ഒരു മാസം ഇത്ര സ്വലാത്താകും. അങ്ങനെ ചൊല്ലിയിട്ട് ഒരൊറ്റ നിയ്യത്ത് ചെയ്യണം. എന്താ? പതിമക്കളീരായി വന്നുദീച്ച കിനാവല്ലേ, പതിമങ്ക ആമീന ബീവി കേട്ട കിടാവല്ലേ, 14 രാവ് തോൽക്കും പൂർണ്ണചന്ദ്ര വജനല്ലേ, പനിനീരിൻ പൂകൊതിക്കും സുബഹിക്കാത്തിൻ മണമല്ലേ, 14 രാവ് തോൽക്കും പൂർണ്ണചന്ദ്ര വജനല്ലേ, പനിനീരിൻ പൂകൊതിക്കും സുബഹിക്കാത്തിൻ മണമല്ലേ. അല്ലാഹുവേ, പുണ്യഭൂമകം കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. മദീന എന്ത് ഭംഗിയാ, മസ്ജിദുൻ നബവി എന്ത് ഭംഗിയാ, റൗളാ ശരീഫ് എന്ത് സൗഗന്ധികമാ. അങ്ങനെയാണെങ്കിൽ അതിന്റെ അകത്തെ രാജാവിനത്ര സൗഗന്ധികമായിരിക്കും റബ്ബേ. ആ ഭൂമുത്തു നിബിതങ്ങളുടെ മുഖം ദർശിക്കാതെ ഞങ്ങളുടെ റൂഹ് പിടിക്കല്ല റബ്ബേ. പ്രവാചക പ്രേമികളെ, ആശിക്കീങ്ങളെ, മുഹിബ്ബീങ്ങളെ ആമീൻ പറയുക. ശപിക്കപ്പെട്ട പിശാച് മനസ്സിൽ നിന്ന് മാറാതെ ആ മുത്തുളി ദീപത്തെ കാണാൻ കഴിയുമെന്ന് വിചാരിക്കണ്ട. എത്ര ഇബാദത്ത് ചെയ്താലും അവനിങ്ങനെ നോക്കിയിരിക്കാൻ ഒരു സെക്കൻഡ് പാഴാക്കാതെ സുജൂദ് ചെയ്ത ബർസീസയെ കണ്ടപ്പോൾ ഇബ്ലീസിനൊരാഗ്രഹം, അവനെ എങ്ങനെയെങ്കിലും കുഴിച്ചാടിക്കണം.
എന്ന് പറഞ്ഞ് കൂടെ വരികയാണ്. അതല്ലേ കൃത്യമായി നിസ്കരിക്കാൻ പോകുന്ന നിങ്ങളുടെ മുന്നിൽ പെണ്ണ്, കള്ള് ഇതൊക്കെ കൊണ്ടുവന്ന് നിങ്ങളെങ്ങനെ നശിപ്പിക്കാൻ ഇബ്ലീസ് നോക്കും. വീണു പോകരുത്. ബറസീസയുടെ നിസ്കാരം കണ്ടപ്പോൾ തൊട്ടടുത്ത് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി വന്നിട്ട് അടുത്ത ഇബാദത്ത് തുടങ്ങി. ബറസീസ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ഇബ്ലീസ് ഭക്ഷണം കഴിക്കാൻ പോവില്ല. ബറസീസ മലമൂത്ര വിസർജനത്തിന് പോകുമ്പോൾ ഇബ്ലീസ് മലമൂത്ര വിസർജനത്തിന് പോവില്ല. ഇത് കണ്ടപ്പോൾ ബറസീസ ചോദിച്ചു, നിങ്ങൾ ഏത് മഹാന? ഭക്ഷണം കഴിക്കുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ഫുൾ ഇബാദത്താണല്ലോ. അപ്പോ അതിന് എനിക്കും അങ്ങനെ ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? ഇബ്ലീസ് പറഞ്ഞു, അതിന് ഞാനൊരു ക്ലാസ് എടുത്തു തരാം. എല്ലാ ക്ലാസും ശരിയല്ല, ചില ക്ലാസ് ഇബ്ലീസിന്റേതാണ് എന്ന് ഞാൻ ഇടയിൽ ഒരു സൂചന തരികയാണ്. അത് ഏതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ ശപിക്കപ്പെട്ടവനാണ് ഇബ്ലീസ് പറയുന്നു, ഒരു സെക്കൻഡ് പാഴാക്കാതെ ഞാൻ ഇബാദത്ത് ചെയ്തതിന്റെ കാരണം എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോഴേ മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ സാധിക്കുള്ളൂ. ബർസീസ് പറഞ്ഞു, അതെ, അത് ശരി, തെറ്റ് ചെയ്താൽ മതിയല്ലേ. എന്ത് തെറ്റാ ചെയ്യേണ്ടത്? ഈ പണ്ഡിതനായി ചമഞ്ഞു വന്ന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു കൊടുക്കുന്നു, ഒന്നുകിൽ നീ ഒരാളെ കൊല്ലുക. ബർസീസ പറഞ്ഞു, കഴിയില്ല, ഒരാളെ കൊല്ലാൻ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഈ നാട്ടിൽ അറിയപ്പെട്ട സൂഫിയായ ഒരു പണ്ഡിതനാണ്. ഒരു ഉറുമ്പിനെ പോലും നോവിക്കുന്നത്, വേദനിപ്പിക്കുന്നത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഒരാളെ കൊല്ലില്ല. ഇബ്ലീസ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കൊല്ലണ്ട. ബക്കറ്റുകളെല്ലാം ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് പൈസ ഒഴിവാക്കിയിട്ട് കുറച്ച് ബക്കറ്റ് മാറ്റി വെക്കണം. ഇനി ബക്കറ്റ് കൊണ്ട് അവസാനം ഒരു ചെറിയ പരിപാടിയുള്ളൂ. അല്ല, ബക്കറ്റ് ഇനി കൊണ്ടുപോകാനല്ല, പൈസ മാറ്റിയിട്ട് കുറച്ച് ബക്കറ്റ്, ഒരു 5-6 ബക്കറ്റ് ഒന്ന് മാറ്റി വെക്കണം. അവസാനം വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ട്, എന്തിനാന്ന് വെച്ചാൽ ലാസ്റ്റ് പറയാം. അപ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുകയാണ്, പണ്ഡിത വേഷത്തിൽ കൊലപാതകം നടത്തണം, എന്നെ കൊണ്ട് കഴിയില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് വ്യഭിചരിക്കാൻ പറ്റുമോ? പെൺകുട്ടിയൊക്കെ ഞാൻ സംഘടിപ്പിച്ചു. ഇബ്ലീസിനാണോ പെണ്ണിനെ കിട്ടാൻ പാട്? വരി നിൽക്കല്ലേ, പെണ്ണിനെ ഞാൻ സംഘടിപ്പിച്ചു തരാം, വ്യഭിചരിക്കുമോ എന്ന് ചോദിച്ചു. ആ സമയത്ത് ബർസീസ പറയുകയാണ്, ഇല്ല, പെണ്ണെന്ന ചിന്ത പോലും എന്റെ മനസ്സിന്റെ അകത്ത് കടന്നു വരാറ് സൂക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിസ്കരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇബ്ലീസ് പറയുന്നു, അങ്ങനെയാണെങ്കിൽ ആരും അറിയാത്ത ഒരു തെറ്റ് നമുക്ക് ചെയ്യാം. ആരും അറിയില്ല. പച്ചവെള്ളം പോലിരിക്കുന്ന കള്ള് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചു തരാം, കുടിച്ചൂടെ? ബർസീസ പറഞ്ഞു, അതിനെക്കുറിച്ചാണെങ്കിൽ ഒന്ന് ആലോചിക്കാം. നമ്മുടെ ഇബാദത്ത് നമ്മളൊന്ന് ആലോചിക്കണം ആദ്യം, എന്നിട്ട് ബർസീസയുടെ കാര്യം നമ്മൾ ചിന്തിക്കണം. ഒരു സെക്കൻഡ് കളയാതെ നിസ്കരിച്ചവനാ ഈ ബർസീസയോട് ശപിക്കപ്പെട്ട പിശാച് പറയുകയാ, ഒരു ഗ്ലാസ് കള്ളു കുടിച്ചാൽ മതി, ബാക്കിയുള്ള തെറ്റൊന്നും ചെയ്യണ്ട. കള്ളു കുടിക്കാൻ വേണ്ടി ചെല്ലുമ്പോ കള്ളൊഴിച്ചു കൊടുക്കുന്നത് സുന്ദരിയായ ഒരു പെണ്ണാണ്. കള്ളിന്റെ രുചി മനസ്സിലാക്കിയ ഈ ബർസീസ പെണ്ണിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ സ്വന്തം ഭാര്യയെക്കാൾ സൗന്ദര്യത്തോടുകൂടി എഴുന്നേറ്റ് നിൽക്കുന്ന ശരീരം. ബർസീസ പെണ്ണിനെ കടന്നു പിടിക്കുകയാണ്. ബർസീസ പെണ്ണിനെ കടന്നു പിടിക്കുമ്പോ ആ പെണ്ണിന്റെ ഭർത്താവ് വടിവാളുമാറി കടന്നു വരികയാ. ആ പ്രിയപ്പെട്ട ഭർത്താവും ബർസീസയും തമ്മിൽ അടിപിടി നടക്കുകയാണ്. ബർസീസ ഭർത്താവിനെ കൊല്ലുകയാണ്. അപ്പൊ എന്തായി? കള്ളുകുടിച്ചു, വ്യഭിചരിച്ചു, കൊലപാതകവും നടത്തി. അതുകൊണ്ടാണ് കള്ളുകുടി എന്ന് പറയുന്നത് സർവ്വ ധിക്കാരങ്ങളുടെയും തിന്മകളുടെയും ഉമ്മയാണ്. ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദേ, നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു സൈക്കോളജിക്കൽ പരമായിട്ട് ചിന്തിച്ചാൽ കള്ളുകുടിക്ക് വലിയ ശിക്ഷയൊന്നും ഉണ്ടാവില്ല. ഇന്നെല്ലാം അങ്ങനെ സൈക്കോളജിക്കൽ പരമായിട്ടല്ലോ ചിന്തിക്കോളൂ. ഒരു ചെറുപ്പക്കാരൻ പറയാ, അങ്ങനെ ചിന്തിച്ചു നോക്കിയ ഉസ്താദ്, അങ്ങനെ ചിന്തിച്ച കള്ളിന് വലിയ അതാപ് അള്ളാഹ് തരേണ്ട കാര്യമില്ല. ഞാൻ ചോദിച്ചു, അതെന്തേ? അതായത് നമ്മുടെ കാശ്, ഞാൻ കഷ്ടപ്പെട്ട് വിയർപ്പൊഴുക്കി ഉണ്ടാക്കുന്ന കാശ് അല്ലേ, ഈ കാശ് കൊണ്ട് ഞാൻ കള്ളു കുടിക്കുന്നു, ആർക്കാ ദോഷം? അല്ലാഹ് എന്താ? ഞാൻ പള്ളി കുടിക്കാൻ പോയി ഇല്ലല്ലോ, ആരെങ്കിലും ചീത്ത വിളിച്ചില്ലല്ലോ. ഞാൻ കള്ളു കുടിക്കുമ്പോൾ എന്റെ ആരോഗ്യത്തിനാണ് നാശം. പൊയ്ക്കോട്ടെ, എന്റെ ആരോഗ്യം പോട്ടെ, അതിന് അള്ളക്കെന്താ? ഞാൻ എന്റെ കാശ് കൊടുത്ത് എന്റെ ശരീരത്തെ നശിപ്പിക്കുന്നതിന് ശിക്ഷയുണ്ടാവും, പക്ഷേ ചെറിയ ശിക്ഷ ഉണ്ടാവും. അതുകൊണ്ട് കള്ളുകുടിയെ കുറിച്ച് ഇങ്ങനെ വല്ലാതെ പറയണ്ട എന്ന് ചില കുടിയന്മാരുടെ അസോസിയേഷൻ അങ്ങനെ ഉണ്ടല്ലോ. സർവർക്കും ഇന്ന് സംഘടന ഉണ്ട്, അവർക്കുണ്ടല്ലോ. അപ്പൊ അങ്ങനെ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് സഹോദര. അതും പിശാചിന്റെ നേതൃത്വത്തിൽ വരുന്ന അഭിപ്രായങ്ങൾ. വീണുപോകരുത്. ഈ സദസ്സിലിരുന്നു കൊണ്ട് പറയുകയാ,
പുന്നാര നബിയേ, അവിടുത്തെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് നിങ്ങൾ വരികയാണ് കരളേ. എന്റെ തലശ്ശേരിയിലെ സഹോദരങ്ങളെ, ചെല്ലണ്ടേ നമുക്ക്? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ വാക്യത്തേക്ക് മുത്തുനിബിതങ്ങൾ ഹൗദുൽ കൗസർ കോരി ഒടിച്ചു കൊടുക്കുമെങ്കിൽ അവിടെ ചെന്ന് നിന്നുകൊണ്ട് വാങ്ങി കുടിക്കണ്ടേ? അതിനല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസറിന്റെ ഭാഗത്ത് ചെല്ലാൻ കള്ളു കുടിച്ചവരെ നിനക്ക് ധൈര്യമുണ്ടോ? കള്ളു കുടിച്ചവനെ നിനക്ക് ധൈര്യമുണ്ടോ? അല്ലാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് കള്ളിന്റെ രൂപത്തിൽ കുടുംബത്തിൽ പിശാച് നൃത്തം ചെയ്യുകയാണെങ്കിൽ അത് ഇന്നത്തോടുകൂടി അവസാനിപ്പിക്കണേ. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നമ്മുടെ പാർട്ടി ജയിച്ചാലും നമുക്ക് കള്ളു വേണ്ട. നമ്മുടെ വീട്ടിൽ വിജയം കിട്ടിയാലും കള്ളു വേണ്ട. ജോലി കിട്ടിയാലും കള്ളു വേണ്ട. പുരയുടെ പണി തീർന്നാലും കള്ളു വേണ്ട. സർവ്വ സാന്തോന്നിത്തരങ്ങൾക്കും നേതൃത്വം കൊടുക്കുന്ന കള്ളിന്റെ അടിവേദനത്ത് കബറടക്കോൾ ഈ സമുദായത്തിന്റെ യുവത്വരെ തീരുമാനിച്ചാൽ നിനക്കെന്താണ് അതിന് പകരം കിട്ടുന്നതെന്നറിയോ? പൊന്നാര മുത്തുനബിതങ്ങളുടെ മുത്തമാണ് പൊന്നുപോലെ. നബിതങ്ങൾ കാത്തിരിക്കുന്നതോ അല്ലാഹുവിന്റെ റസൂൽ കാത്തിരിക്കുന്നോരെ. അല്ലാഹു നമുക്കതിലുള്ള മഹാഭാഗ്യം തരട്ടെ. ഈ സരസിൽ വന്നിരിക്കുന്ന ഈ മനോഹരമായ ഗ്രൗണ്ടിന്റെ പുറത്തും അകത്തുമാരെ കടന്നിരിക്കുന്നവരെ അങ്ങനെ ഒരു തീരുമാനമെടുക്കുക. രണ്ടാമത് ഇബ്ലീസ് എന്നെയും നിങ്ങളെയും വലയിലാക്കാ കയ്യിൽ വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ആയുധം എന്തെന്നറിയോ? അത് സമ്പത്ത് തന്നെയാ, അത് പണം തന്നെയാ. പണത്തിന് വല്ലാത്ത പവറാ. എനിക്കും നിങ്ങൾക്കും തിരിച്ചറിയാൻ കഴിയുന്നിട്ടില്ലാത്ത പവറാണത്. അതിന്റെ കത്ത് പിശാചിന്റെ കടന്നുകയറ്റമുണ്ട്. അതിന്റെ കത്ത് പിശാചിന്റെ കടന്നുകയറ്റമുണ്ട്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇന്ന് പണം അധികരിക്കുമ്പോ അല്ലാഹ് വേണ്ട, പണം അധികരിക്കുമ്പോ പടച്ചോന വേണ്ട. നിങ്ങൾക്കറിയോ, അമേരിക്കയിൽ ആദ്യമായി കാർ കമ്പനി നടത്തിയ ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥനായ ജെറാൾഡ് ഫോർഡ് എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥ. ജെറാൾഡ് ഫോർഡ് ആരായിരുന്നു പ്രിയപ്പെട്ടവര്? കാർ കമ്പനിയുടെ ഏറ്റവും വലിയ കമ്പനിയായ ഫോർഡ് കമ്പനിയുടെ ഉടമസ്ഥനാ. തന്റെ പിതാക്കന്മാർ വഴി കിട്ടിയ സമ്പാദ്യത്തിന്റെ കോടിപതിയുടെ കസേരയിൽ ആദ്യമായിരുന്ന ജെറാൾഡ് ഫോർഡിന് അല്ലാഹു കൊടുത്ത രോഗമെന്തെന്നറിയോ? തന്റെ തൊള്ളയിലൂടെ പരിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, വെള്ളം മാത്രമേ കുടിക്കാൻ കഴിയുന്നുള്ളൂ. പലവർഗ്ഗങ്ങളെ കൊണ്ടുവന്നിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കലല്ലാതെ ഒരു പരിയുള്ള ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. കോടികളുടെ ആശയുള്ളവനാ. പക്ഷേ പടച്ചോനാ രോഗം കൊടുത്താൽ പിന്നെ മാറ്റാൻ പറ്റുമോ? എവിടെയെല്ലാം ചികിത്സിച്ചു പ്രിയപ്പെട്ടവര്? അവസാനം ഇന്ത്യ രാജ്യത്ത് പോലും ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞില്ല. അവസാനം എങ്ങനെയാ മരണപ്പെട്ടത്? അമേരിക്കന്റെ തെരുവോരത്ത് പേപിടിച്ച നായെ പോലെ കോടീശ്വരനായ ജെറാൾഡ് ഫോർഡ് കിടന്ന് മരണപ്പെട്ടു പോയെന്ന് ചരിത്രം പറയുമ്പോ എന്റെ സഹോദരാ, പണം വരുമ്പോ അല്ലാഹുവെ മറക്കണ്ട, പവർ വരുമ്പോ പടച്ചോന മറക്കണ്ട. അല്ല കുറച്ച് കാശ് തന്നു നോക്കുന്നോര് നീ എവിടം വരെ പോകുമെന്നറിയാ, നീ എവിടം വരെ പോകുമെന്നറിയാ. പടച്ചോർ കാശ് തരുമടാ. അല്ലാഹു പണം വരുമ്പോ നിന്റെ മക്കളുടെ വസ്ത്രത്തിന്റെ രൂപം മാറുകയാ, നിന്റെ ഭാര്യയുടെ വസ്ത്രത്തിന്റെ രൂപം മാറുകയാ. നിനക്ക് പള്ളിക്കകത്ത് വന്നിരുന്നുകൊണ്ട് ഇബാദത്ത് ചെയ്യാ മനസ്സനുവദിക്കുന്നില്ല. ഞാൻ ചോദിക്കട്ടെ, തലശ്ശേരിയുടെ പാനൂരിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു ലക്ഷപ്രഭു ഈ കസേരയിലുണ്ടോ? ഒരു കോടിപതി ഈ കസേരയിലുണ്ടോ? ഒരുപാട് ബിസിനസ് നടത്തുന്നവരുണ്ടോ? അള്ളാഹുവിനെ പേടിയുള്ള പണക്കാരല്ലാതെ ഒരു പൊന്നുമോനെ കണ്ടെത്താൻ നിനക്ക് പറ്റൂ? അവര് വരില്ല. അവര് പോകുന്നത് എവിടെയാ? അവര് ക്ലബുകളിലേക്കാ പോകുന്നത്, അവര് ബിവറേജുകളിലേക്കാ പോകുന്നത്, അവര് VIP വട്ടം കൂടിയിരുന്നുകൊണ്ട് കള്ളുകുടിക്കുന്ന പിശാചിന്റെ കേന്ദ്രത്തിലേക്കാ പോകുന്നത്. അവർക്കിവിടെ വരാൻ മനസ്സനുവദിക്കില്ല. തലശ്ശേരിയുടെ പാനൂരിന്റെ പരിസരത്ത് 100 പവൻ സ്വർണ്ണാഭരണത്തിന്റെ ഉടമയായ ഒരു പെങ്ങളി സദസ്സിലുണ്ടോ? ഇല്ല. കടം കൊണ്ട് വലയുന്നവരല്ലേ, പട്ടിണിപ്പാവങ്ങളല്ലേ, സാധുക്കളല്ലേ, നിരാലംബരല്ലേ, പൊട്ടിക്കരയുന്നവരല്ലേ, പടച്ചോനെ പേടിക്കുന്നവരല്ലേ. അതിനെ പുറത്ത് ആഡംബരത്തിന്റെ കോടാലുകൊണ്ട് ജീവിതത്തിന്റെ കടക്കല്ല് കത്തിവെച്ചുകൊണ്ട് വെട്ടിമുറിച്ചോ ഒരൊരാളുപോലും ഈ സദസ്സിലുണ്ടാവില്ല. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. രണ്ടാമത്തത് പണമാണ്. പണം വരുമ്പോ നടത്തയുടെ സ്റ്റൈല് മാറും, സംഭാഷണത്തിന്റെ സ്റ്റൈല് തന്നെ മാറും. പണം കൂടുതൽ വരുമ്പോ എല്ലാം വ്യത്യാസമാണ്. പണം അധികരിച്ചാൽ മതി അല്ലേ? പാവപ്പെട്ടവർക്ക് പിന്നെ പവർ, സഹോദരിമാരൊക്കെ പിന്നെ നടക്കുന്ന കാണണം. അല്ലാഹ്
പാവപ്പെട്ട പെൺകുട്ടിയാവുമ്പോ അതനുസരിച്ചാ. ഇപ്പോ പാവപ്പെട്ട ഒരാൾ പള്ളി വന്ന് സലാം പറയുന്നത് എങ്ങനെയാ? ഉസ്താദിനോട് അസ്സലാമു അലൈക്കും. പണക്കാരാണെങ്കിലും അസ്സലാമു അലൈക്കും. സോണുസ്. ഇത് പിശാച് കൊടുക്കുന്ന സാധനം. ഈ ഒരു ഗർവുണ്ടല്ലോ, അത് ഇച്ചിരി നോട്ടവന്റെ പോക്കറ്റ് ഇരിക്കണോണ്ട ഒരു ഞരമ്പിന് ഒരു പ്രശ്നം വന്നാ കഴിഞ്ഞില്ലേ മോനെ നിന്റെ അതോടുകൂടി കഴിഞ്ഞില്ലേ. പിന്നെന്താ? ഒരുപാട് ആക്ഷൻ കാണിക്കാൻ ഈ ഉണ്ടകൾ സമ്മതിക്കുന്നില്ല. അതുകൊണ്ടാണ് ഇത് കൈതട്ടുക. അതുകൊണ്ട് കാണിക്കാത്ത. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, പണത്തിന്റെ പവർ വരുമ്പോ എത്ര സഹോദരിമാർ മാറുന്നു, സ്വഭാവ രീതികൾ വ്യത്യാസമാകുന്നു. ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് സമ്പന്ന വർഗത്തിന്റെ വീട്ടിലല്ലേ? എന്തുകൊണ്ടാ അങ്ങനെ വ്യഭിചാരം? കാസർഗോഡ്, കണ്ണൂർ മേഖലകളിൽ വ്യഭിചാരം അധികരിക്കുന്നതിന്റെ കാരണം എന്താണെന്നറിയോ? നിങ്ങളെ മോശപ്പെടുത്തല്ല, നിങ്ങൾ അറിയാൻ വേണ്ടി പറയാൻ. വിവാഹം കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു 1-2 വർഷം ഭാര്യ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാ നിങ്ങൾക്ക്. കരളെ മുത്തേ. 2 മക്കളൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഗൾഫിൽ പോയാൽ അവളെ തിരിഞ്ഞു നോക്കാൻ നിനക്ക് നേരമില്ല. ഓള് ഫോൺ വിളിച്ചാൽ സംസാരിക്കാൻ നിനക്ക് നേരമില്ല. നാട്ടിൽ വന്നാലോ 2 മാസത്തെ ലീവിന് നാട്ടിൽ വന്നാൽ ആദ്യത്തെ ഒരു ദിവസം മണ പറയുന്നൊരു ഇറങ്ങില്ല. കോഴിയുടെ കാലിൽ മുടി ചുറ്റിയ പോലെ അവിടെ തന്നെ ഉണ്ടാവും. 2 ദിവസം കഴിഞ്ഞാൽ ഓള് ചായ ഇട്ട് വെച്ചിട്ട് വിളിക്കും, ഇക്ക എവിടെയാ, വരുന്നില്ലേ? നീ കഴിച്ചിട്ട് കിടന്നോ? ഞാൻ സുഹൃത്തുക്കളുടെ കൂടെ പാർട്ടിയുണ്ട്. 1 മണി 2 മണിയാലും വരില്ല. ആ കണ്ണീരുമായി കഴിയുന്ന പെണ്ണിന്റെ വികാരശമനം. പെണ്ണിന്റെ ജീവിതം എന്ന് പറയുന്നത് വികാര പൂർത്തീകരണം മാത്രമല്ല. ഒന്നടുത്തുപോയി ഒരു 10 സാന്ത്വന വാക്ക് കഴിയാൻ നമ്മുടെ ചെറുപ്പക്കാരായ ഭർത്താക്കന്മാർക്ക് ഇന്ന് നേരമുണ്ടോ? അവന് പണം ഉണ്ടാക്കണം, അവന് ബിസിനസ് നടക്കണം, അവന് നാട് ഉണ്ടാക്കണം, അവന് പദവി ഉണ്ടാക്കണം, അവന് പവർ ഉണ്ടാക്കണം. അതിനപ്പുറത്തേക്ക് സ്വന്തം ഭാര്യയുടെ ജീവിതത്തിൽ ഞാൻ എന്ത് ചെയ്തു കൊടുക്കണമെന്ന ബോധമില്ലാത്ത കഴുതകളെപ്പോലും തോൽപ്പിക്കുന്ന ദുർഗുണമുള്ളവരായി മാറിയപ്പോൾ അവസാനം പത്രത്തിൽ വായിക്കാൻ തുടങ്ങി. സൈനബ ബീവിയെ വായോടുകൂടി കാണാനില്ല. വായിച്ചിട്ടില്ലേ? അത് ഈ സമുദായത്തിന് അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. മരിക്കുന്നതുവരെ എനിക്കെന്റെ ഭാര്യ സ്വർണ്ണക്കട്ടിയാണെന്ന് തീരുമാനിക്കണം. ചിലപ്പോ ഇച്ചിരി പ്രയാസം ഉണ്ടാവും സാറേ, അവളെ മുഖം ആലോചിക്കുമ്പോ അങ്ങനെ തോന്നുന്നില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ പറഞ്ഞതല്ലേ, ഇരിക്കട്ടെ. ഇനി അതിന്റെ പേരിൽ ഒരു കുറവ് വേണ്ടെന്ന് ചിന്തിച്ചു. നിനക്കല്ലാഹു തന്നത് നിനക്ക് തന്നെയുള്ളൂ, അതിന്റെ കനകക്കട്ടിയാണ് റബ്ബേ എന്ന് പറഞ്ഞ് കൊണ്ടു നടന്നു. അത് ഏറ്റവും വലിയ ചിന്തയാണ്. അങ്ങനെയുള്ള നല്ല മനസ്സ് അല്ലാഹു നമുക്ക് തരട്ടെ. അതാണ് രണ്ടാമത്തെ ആയുധം. പണമാണ്. മൂന്നാമത്തെ ആയുധം എന്തേ? സഅലബത്തിനെ നിങ്ങൾക്കറിയുമല്ലോ. സഅലബത്തിനെ പടച്ചോന്റെ പള്ളിയിൽ വന്നാൽ നിസ്കാരം കഴിഞ്ഞ് ഇറങ്ങി ഓടുന്ന സഅലബത്ത്. ആ സഅലബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചതാ, എന്തേ ഓടുന്നത്? സഅലബത്ത് പറയുന്ന നബിയേ, ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം കൊണ്ടുപോയിട്ട് വേണം എന്റെ ഭാര്യയ്ക്ക് ധരിച്ച് നിസ്കരിക്കാൻ. അവിടത്ത് മറക്കാൻ പറ്റുന്ന വൃത്തിയുള്ള വേറെ വസ്ത്രമില്ല, അത്രയ്ക്ക് ദാരിദ്ര്യം. മുത്തുനബി തങ്ങൾ തന്റെ കരം പിടിച്ചിട്ട് എന്ത് ചെയ്തു? ഒരു ആടിന്റെ കയർ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം കൊടുത്തു. ബറക്കത്തിന്റെ കൈയല്ലേ, പിന്നെ പറയണോ? പണം ഉണ്ടാവൂലേ? അതുകൊണ്ടാണ് ചില മഹാന്മാര് കട ഉദ്ഘാടനം ചെയ്താൽ ഐശ്വര്യം ഉണ്ടാവും. ഇന്നതിന് കട ഉദ്ഘാടനത്തിന് തങ്ങന്മാരെ വിളിക്കോ? ഇവിടെ വർഷങ്ങളോളം ജോലി ചെയ്ത മുദരിസീങ്ങൾ ഉസ്താദുമാർ ഇവിടെ ഉണ്ട്. ഏതെങ്കിലും കട ഉദ്ഘാടനത്തിന് നിങ്ങൾ വിളിക്കുന്നത് ആരെയാ? മറ്റേ ആളെയും ഇങ്ങനത്തെ ആളിനെങ്കിലും ഇഷ്ടപ്പെടുന്നു. സിനിമാ നടന്മാരെ കൊണ്ടുവന്നിറക്കും, സിനിമാ നടികളെ കൊണ്ടുവന്നിറക്കും. ശ്വാസം പിടിച്ച് കിടക്കുന്ന ഉപ്പാപ്പ വരെ ട്രിപ്പിറക്കിയിട്ട് കുപ്പിയായിട്ട് ഓടി വരും കാണാൻ. അപ്പൊ സമാധാനം. അതോടുകൂടി നശിക്കല്ലേ ഈ സമുദായം? ഏറ്റവും വലിയ സ്ഥാപനങ്ങളുള്ളത് ഈ സമുദായത്തിനല്ലേ? ഈ സമുദായത്തിലല്ലേ? ചിന്തിച്ചു നോക്ക്. ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ എറണാകുളത്ത് ലുലു സെന്റർ. അവിടെ പോയി ഞാനൊരിക്കൽ എറണാകുളത്ത് പ്രഭാഷണത്തിന് പോയപ്പോ സുഹൃത്തുക്കൾ അവിടെ കൊണ്ടുപോയി. വല്ലാത്ത ഒരു സംഭവം. അതിന്റെ അകത്ത് കയറിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഒരു പ്രോഗ്രാമിന്റെ കാര്യവുമായി ബന്ധപ്പെട്ട് യൂസുഫ് അലി എന്ന് പറയുന്ന സഹോദരന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സഹോദരൻ ഫോൺ വിളിച്ചു. ഞാൻ പറഞ്ഞു, ഒന്ന് കൊടുക്കാൻ പറ്റും യൂസുഫ് അലി? കൊടുത്തു. ഞാൻ പറഞ്ഞു, നിങ്ങളുടെ ഷോപ്പിംഗ് മാൾ ഞാൻ കണ്ടു, ഉസ്താദ് ദുആ ചെയ്യണം, ഈ സമുദായത്തിന്റെ 100 കണക്കിന് മക്കളെ അള്ളാഹു എനിക്ക് തന്ന പണത്തിലൂടെ രക്ഷപ്പെടുത്തണമെന്ന കൊതിയുണ്ട്. പിന്നെ മരിക്കുന്നത് വരെ അഹങ്കാരം വരാതിരിക്കാനും ദുആ. കോഴിക്കോട് തുടങ്ങാൻ പോവാ. അഹങ്കാരം വരാതിരിക്കാൻ ദുആ ചെയ്യണമെന്ന് പറഞ്ഞത് വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അല്ലെങ്കിൽ അങ്ങനെ പറയണ്ടല്ലോ, വരാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാകുന്നത് കൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സമുദായത്തിന് ഇസ്സത്തും അഭിമാനവും ഒക്കെ തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നു, ഹറാമുകളുടെ കേന്ദ്രമായി അല്ലാഹു മാറ്റാതിരിക്കട്ടെ, ഹറാമുകൾ അല്ലാഹു വളർത്താതിരിക്കട്ടെ. ഹറാമുകൾ അല്ലാഹു പടച്ചുതമ്പുരാൻ വളർത്തുന്നതിന് നാം ഒരു
കാരണമാകാതിരിക്കട്ടെ. സഅലബത്തിന് അള്ളാന്റെ റസൂല് കയറ് പിടിച്ചു കൊടുത്തു ഒരാടിന്റെ. പണം അങ്ങോട്ട് വരാൻ തുടങ്ങി. അള്ളാഹുയെ പണം വന്ന് കുന്നുകൂടിയപ്പോൾ ഒന്നാമത്തെ സഫിന്റെ വലതുഭാഗത്ത് എന്നും വന്നിരിക്കുന്ന സഅലബത്തിനെ പിന്നെ കാണാനില്ല. നിബിതങ്ങൾ ചോദിച്ചു, സഅലബത്തിനെ കാണാൻ ളുഹറിനില്ല, അസറിനില്ല, മഗ്രിബിനില്ല. ദിവസങ്ങളേറെയായി പള്ളിയിൽ കാണാനില്ല. എന്നോടൊരു സഹോദരൻ പറഞ്ഞതാ, എന്റെ പ്രിയപ്പെട്ട ഉപ്പ ഒരു വഖത്ത് നിസ്കാരം പോലും പേമാരിയാണെങ്കിൽ പോലും അള്ളാഹുവിന്റെ പള്ളിയിൽ പോയി കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുന്നയാളാ. എന്റെ ഉപ്പ ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ ചെന്നിട്ടില്ലെങ്കിൽ ഉസ്താദ് വീട്ടിലേക്ക് വരും, ഉപ്പാക്ക് സുഖമില്ലാത്തത് കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയിട്ട്. നടക്കാൻ കഴിയാത്ത രോഗം വന്നാൽ മാത്രമേ വീട്ടിന്റെ അകത്തിരിക്കുള്ളൂ, ഇല്ലെങ്കിൽ പള്ളിയില എന്ന് നിങ്ങളുടെ നാട്ടുകാരനായ ഒരു സഹോദരനോട് പറഞ്ഞു. പേരും പദവിയും പറഞ്ഞിട്ട് എന്തിനാണ് അവരെ അഹങ്കരിപ്പിക്കുന്നത്? അള്ളാഹു അവർക്ക് ഇനിയും ഈമാന്റെ പദവി കൂട്ടിക്കൊടുക്കട്ടെ. പക്ഷേ എന്റെ സഹോദരങ്ങളെ ചിന്തിക്കണം, നമ്മൾ അള്ളാഹുവിന്റെ റസൂല് കൊടുത്ത ആ സമ്പത്ത് അങ്ങോട്ട് വളർന്നപ്പോ പള്ളിയിൽ വന്നില്ല. എന്തുകൊണ്ടാണ്? പണത്തിലൂടെ പിശാച് പിരിമുറുക്കിയില്ലേ? അവസാനം ഈ ലോകത്തിരുന്ന നന്ദി കെട്ടവന്റെ കൂട്ടത്തിൽ ചത്തടുങ്ങിപ്പോരെങ്കിൽ എന്റെ സഹോദരങ്ങളെ, മൂന്നാമത്തെ അവസ്ഥ എന്തെന്നറിയോ? അത് പെണ്ണാണ്. ഇത്തഖു ദുനിയാ വത്തഖു നിസാ. ഇബ്ലീസിന് നൃത്തം ചെയ്യുന്ന 3 പ്രത്യേകമായ സംഭവങ്ങൾ. 1 കള്ളാണ്, 2 പണമാണ്, 3 പെണ്ണാണ്. എത്ര വലിയ ഈമാനോടുകൂടി ഇരിക്കുന്നവന്റെ മുന്നിലേക്ക് ചെന്താമര പൂച്ചുണ്ടിന്റെ ഉടമയായ ഒരു പെണ്ണൊന്ന് പുഞ്ചിരിച്ചാൽ അവന്റെ സർവ്വ ഈമാനും തകർന്നു പോവുകയില്ലേ? ഒരു പെണ്ണിന്റെ മുമ്പ് സർവരും അടിയറവ് പറയുന്നില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, സൂക്ഷിച്ചു. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ലോകത്തിന്റെ നായകന്റെ മുന്നിലേക്ക് ഇബ്ലീസ് കടന്നു ചെല്ലുകയാ. എല്ലാ പ്രവാചകന്മാരുടെ മുന്നിലേക്കും കടന്നു ചെന്നതുപോലെ, എല്ലാ പ്രവാചകന്മാരുടെ മുമ്പിലും കടന്നു ചെന്നതുപോലെ നമ്മുടെ മുത്തുനബിതങ്ങളുടെ മുമ്പിലേക്കും ചെല്ലുകയാണ്. കണ്ടോ, ഈ ലോകം പടക്കാൻ കാരണക്കാരനായ പ്രവാചകനെ പോലും വെറുതെ വിടുന്നില്ല. ഒരു കൈ നോക്കാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് കടന്നു ചെല്ലുകയാണ്. എന്റെ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയെ പഠിച്ചുകൂടിയ നിൽക്കാനും ഇരിക്കാനും ഇടമില്ലാതെ നിറഞ്ഞു കവിഞ്ഞ സമുദായത്തിന്റെ എന്റെ പ്രിയമുള്ള വിശ്വാസികളെ, അള്ളാന്റെ ഹബീബിന്റെ അടുത്തേക്ക് പിശാച് കടന്നു വന്നപ്പോ മുത്തുനബിതങ്ങൾ ചോദിച്ചു, ആരാണടാ നിന്റെ ശത്രുക്കള്? ആരൊക്കെയാണടാ നിന്റെ ശത്രുക്കള്? ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നബിയേ, എന്റെ ശത്രുക്കൾക്ക് മുഴുവനും സ്വർഗം നിർബന്ധമാ. ഈ പറയാൻ പോകുന്ന ശത്രുക്കളിൽ ഒരാളെങ്കിലുമാകാൻ എന്റെ തലശ്ശേരിക്കാരാ, നിനക്ക് കഴിഞ്ഞ സ്വർഗം നിനക്ക് നിർബന്ധമാണ്. എന്റെ പെങ്ങളെ, നിനക്ക് സാധിച്ചാ നീ രക്ഷപ്പെട്ടു പോയി. ഇബ്ലീസിനെ സ്നേഹിക്കരുത് പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിനെ ഇഷ്ടപ്പെടരുത് പ്രിയപ്പെട്ടവരെ. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തത്തബിഉ ഖുതുവാത്തി ശൈത്താന്റെ കാലടികൾ നിങ്ങൾ പിന്തുടരല്ലേ. ആരെങ്കിലും ഇബ്ലീസിന്റെ കാൽപാദത്തിന്റെ പിന്നാലെ പോയാൽ അവൻ നല്ലത് കൽപ്പിക്കില്ല, അവൻ വൃത്തികേടുകൾ മാത്രം പറയുന്നവനാണ്. കൂട്ടുകാരിൽ ഏറ്റവും മോശമായി സംസാരിക്കുന്നവൻ ഇബ്ലീസിന്റെ ആളാ. കൂട്ടുകാരിൽ ഏറ്റവും വൃത്തികേട് പറയുന്നവൻ ഇബ്ലീസിന്റെ ആളാ. മൊബൈലിന്റെ അകത്ത് ബ്ലൂഫിലുമായി കടന്നു പോകുന്നവൻ ഇബ്ലീസിന്റെ ആളാ. വീട്ടിന്റെ അകത്ത് ക്യാമറ വെച്ച് ഒളിക്യാമറ വെച്ചിട്ട് അതേ ഉമ്മയുടെ കുളിപോലും കൊട്ടിയെടുത്തുകൊണ്ട് കച്ചവടം ചെയ്യുന്നു എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസിന്റെ ആളാ. സ്വന്തം വീട്ടിന്റെ ബാത്റൂം പരിശോധിച്ചിട്ട് കുളിക്കേണ്ടുന്ന ഒരു ഗതികേടി സമുദായത്തിന്റെ തള്ളമാർച്ചെന്ന് വന്നില്ലേ? അടുത്ത് പത്രമാധ്യമത്തിൽ കണ്ടില്ലേ നിങ്ങൾ? നാണം കെട്ടുപോയില്ലേ? ഒരു സഹോദരൻ വയർമാന, എല്ലാ വയർമാന്മാർക്കും അവൻ ശാപമല്ല. ആലോചിച്ചു, അവൻ ഒരു പഞ്ചായത്തിലെ മുഴുവൻ വീട്ടിന്റെ ബാത്റൂമിലും ക്യാമറ ഘടിപ്പിച്ചു വെച്ചു. എന്നിട്ട് വീട്ടിൽ ഇരുന്ന് ലൈവായിട്ട് കാണുക. ഒപ്പിയെടുത്തിട്ട് കാസറ്റാക്കിയിട്ട് റോഡിൽ കച്ചവടം. ജുമൈല ബീവി 15 രൂപ, നസീമ ബീവി 20 രൂപ കച്ചവടം ചെയ്തു. എന്നിട്ടോ കച്ചവടം ചെയ്തു. അവന് പോലീസ് പിടിച്ചപ്പോ അവൻ പറയാ, ഇന്ന വീട്ടിലെ ഇത്ര സമയങ്ങളിൽ അല്ലെ ഇത്ര സഹോദരിമാർ. അല്ലാഹു എന്തൊരു നാശമാണ്! ഇബ്ലീസ് എത്ര രസിച്ചിട്ടുണ്ടാവും അല്ലെ? നമ്മളൊക്കെ പറയുന്ന മോശമായ വാക്ക് കണ്ട് ഇബ്ലീസ് നമുക്ക് നരകക്കൂടി ചിന്തിച്ചുകൊണ്ട് സന്തോഷിക്കല്ലേ ഈ ഉത്തമ? നമ്മൾ എന്തിനാ പടച്ചോ, നമുക്ക് എന്തൊക്കെ അനുഗ്രഹം. എന്നിട്ട് ചില ചെറുപ്പക്കാരെ പത്രമാധ്യമങ്ങൾ വായിച്ചിട്ട് പറയാൻ, ഓ എന്തിനാ ഒരുപാട് ജീവിക്കുന്ന ഒരു CD പോരാ. ഈ വൃത്തിഹീന
വൃത്തിഹീനമായ ചിന്ത അഴുക്ക് ചാലിൽ വീണുപോയില്ല നമ്മുടെ കൽബ്, പ്രകാശം പരത്തുന്ന കൽബ്. എന്തെങ്ങനെ സലാമത്തിൽ ഈമാൻ ദുആ ഓതി കരഞ്ഞിരുന്ന സമുദായത്തിന്റെ മക്കളുടെ അവസ്ഥയായിട്ട് ഹദ്ദാദ് റാത്തീബ് ഓതി പൊട്ടിക്കരഞ്ഞിരുന്ന ഈ സമുദായത്തിന്റെ രംഗമാണത്. ചോദിച്ചു നോക്കി, എന്തൊരു വൃത്തിഹീനമാണ്. മുത്തുനിബിതങ്ങൾ ചോദിച്ചു, ആരൊക്കെയാണ് നിന്റെ ശത്രുക്കൾ? നബിയെ, എന്റെ ശത്രുക്കൾക്ക് സ്വർഗം നിർബന്ധമാണ്, എന്റെ ശത്രുക്കൾക്ക് സ്വർഗം നിർബന്ധമാണ്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ആരാണ് നിന്റെ ഒന്നാമത്തെ ശത്രുവാരാണ്? നിന്റെ ഒന്നാമത്തെ ശത്രുവാരാണ്? ഇബ്ലീസ് കരഞ്ഞുകൊണ്ട് പറയുന്നു, അന്ത യാ റസൂലല്ലാഹ്, എന്റെ ഒന്നാമത്തെ ശത്രു താങ്കളാണ് നബിയേ. അങ്ങാണ് എന്റെ ഒന്നാമത്തെ ശത്രു. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി 3 പ്രാവശ്യമാണ് ഏറ്റവും കൂടുതൽ കരഞ്ഞുപോയത്. ഇവിടേക്കെന്നറിയോ? ഒന്ന്, ലി മീലാദിഹി ഖദറന്ന ഇബ്ലീസുറന്നതാ, ഒന്ന് നബിതങ്ങൾ പിറന്നു വീണപ്പോഴാണ്. നബിതങ്ങൾ പിറന്നതിന്റെ ഇബ്ലീസ് കരയും. ഇന്നും ചില ഇബ്ലീസിന്റെ അണികൾ നബിതങ്ങളുടെ ജന്മദിനത്തിന്റെ അന്ന് കരയും. നബിദിനം വേണ്ട മക്കളെ, ചീരണി വേണ്ട മക്കളെ, ഘോഷയാത്ര വേണ്ട മക്കളെ, നോട്ടീസൊക്കെ വിതരണം നടത്തി കരയുന്ന ചില ശൈത്താന്റെ അണികളുണ്ട്. അള്ളാഹു അവരെ തൊട്ട് നമ്മെ കാത്തിരക്ഷിക്കട്ടെ. ഇബ്ലീസ് തുടങ്ങി വെച്ചതാണ്, അതിന്റെ പിന്നാലെ പോകരുത്. അത് പിശാച് തുടങ്ങി വെച്ചതാണ്. പിന്നെ 2 പ്രാവശ്യം ഇബ്ലീസ് കരഞ്ഞപ്പോഴാ. ഒന്ന് ഖുർആൻ ഇറങ്ങിയപ്പോ മൊത്തത്തിലൊന്ന് കരയും. മൂന്നാമത് ഫാത്തിഹ മാത്രം ഇറങ്ങിയപ്പോ കരയും. ഫാത്തിഹയുടെ അത്ഭുതം കണ്ടിട്ട് കരയും. അതുകൊണ്ടാണ് 3-ാം ഫാത്തിഹ വേണ്ടെന്ന് പറയുന്നത്. കാരണം എന്താ? അത് ഇബ്ലീസിന് ഇഷ്ടമല്ല, നമുക്ക് ഇഷ്ടമല്ല. ഒരു സഹോദരന്റെ ഉമ്മ മരിച്ചപ്പോ രാത്രി പേടിച്ച് സ്വപ്നം കാണാൻ സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഉമ്മാക്ക് വേണ്ടിയിട്ട് 3-ാം ഫാത്തിഹ നടത്താൻ തീരുമാനിച്ചപ്പോൾ അദ്ദേഹം ഒരു സംഘടനയുടെ പ്രവർത്തകനാണ്. അപ്പൊ നാട്ടുകാരൊക്കെ വല്ലതും പറയും, നാണക്കേടല്ലേ ഞാനിങ്ങനെ നടന്നിട്ട് അവസാനം ഞാനും നടത്തിയില്ല എന്ന് ചോദിക്കുന്ന അവസ്ഥ വരാതിരിക്കാൻ വേണ്ടി എല്ലാ വീട്ടിലും പോയിട്ട് പറഞ്ഞു, മമ്മിയുടെ ഒരു ഫംഗ്ഷൻ നടക്കുകയാണ് നാളെ വീട്ടിൽ, രാവിലെ 9 മണിക്ക് വരണം. 3-ാം ഫാത്തിഹ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആകാശം ഇടിഞ്ഞ് വീണെങ്കിലോ അല്ലേ? സ്വന്തമായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ചെയ്തേ പറ്റൂ സഹോദരൻ. ഈ 3 സമയത്ത് പിശാച് കരഞ്ഞു. ഒന്നാമത് കരഞ്ഞ നബിതങ്ങൾ ജനിച്ചപ്പോഴാ പിശാച് പറയുന്ന, നബിയെ, നിങ്ങളാണ് എന്റെ ഒന്നാമത്തെ ശത്രു. കാരണം നിങ്ങൾ കടന്നു വന്നപ്പോ പെൺമക്കളെ കുടിച്ചു മൂടിയിരുന്നു, നിങ്ങൾ കടന്നു വന്നപ്പോ വ്യഭിചാരം നടന്നിരുന്നു, നിങ്ങൾ കടന്നു വന്നപ്പോ കള്ളുകുടി ഉണ്ടായിരുന്നു. എല്ലാം തുടച്ചു മാറ്റിയ നബിയെ, രക്തമാറ വഴി തെളിച്ചു കൊടുത്ത നബിയെ, ഇന്നങ്ങയെ കണ്ടവർക്ക് പോലും സ്വർഗമാണ്, അങ്ങയുടെ മുമ്പ് പോയവർക്ക് പോലും പുണ്യമാണ്. അല്ലാഹുവേ, ഉഹദ് മല 8 കിലോമീറ്ററുകൾ അപ്പുറത്തേക്ക് വളർന്നു കിടക്കുന്ന ഉഹദ് മല കാണണ്ടേ ചെറുപ്പക്കാരാ? വയനാട് ചുരം കണ്ടാ മാത്രം മതിയോ? കാസർഗോഡ് ബേക്കൽ കോട്ട കണ്ടാ മാത്രം മതിയോ? ചൈനയുടെ വൻമതിൽ മാത്രം കണ്ടാ മതിയോ? മുത്തായ നബിതങ്ങളുടെ പല്ലുപൊട്ടിയുന്ന ചരിത്രം പറയുന്ന ഉഹദ് യുദ്ധം നടന്ന ഉഹദ് മല. അല്ലാഹുവേ, കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ റബ്ബേ, കാണാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. സഹോദരിമാര് ആമീൻ പറയുക, സഹോദരങ്ങൾ ആമീൻ പറയുക. ലോകത്തൊരു പർവ്വതത്തിലേക്ക് നോക്കിയിരിക്കുമ്പോ, മലയിലേക്ക് നോക്കിയിരിക്കുമ്പോ കണ്ണിന് കുളിർമ കിട്ടുന്നെങ്കിൽ അത് ലോകത്തുള്ള ഒരൊറ്റ പർവ്വതമാണ്, ഉപരിമലയാണ്. ആലപ്പുഴ ജില്ലക്കാരനായ ഒരു സഹോദരൻ, അതിന്റെ തൊട്ടടുത്ത് ഒരു വലിയ തോട്ടമുണ്ട്. 21 കൊല്ലമായി അറബി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നതാണ്. മദീനത്ത് പോയപ്പോൾ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഉസ്താദേ, തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് വെക്കുന്ന പഴം നിങ്ങൾക്ക് തരാം. പനയിലൊക്കെ കയറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, പനയിലൊന്നും കയറൂല, ആരെങ്കിലും ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്താൽ എന്റെ കാര്യം പോകും. അതുകൊണ്ട് പനയിലൊന്നും കയറി. അവിടെ നിന്ന് ഇപ്പൊ അതാണല്ലോ അവസ്ഥ. പേടിക്ക എല്ലാം പേടിയ. ഭക്ഷണം കഴിക്കാൻ വരെ പേടി. എപ്പോ ഫേസ്ബുക്കിൽ വന്നെന്ന് ചോദിച്ചാൽ മതി. ബാക്കി ഇരിക്കണ കണ്ടോ? ഒരാളെനിക്ക് ഒരു ഭക്ഷണം തന്നു. കിവി ഫ്രൂട്ട്സ് കണ്ടിട്ടില്ലേ? കിവി അരിഞ്ഞരിഞ്ഞ് പച്ച നിറത്തിൽ ഇങ്ങനെ ഇപ്പൊ ചെറിയ ടിന്നിലാക്കി 450 രൂപ ചെറിയ ടിന്നില. ഒരാള് തന്നതാ. വെറുതെ ഇങ്ങനെ കടിച്ചപ്പോ ആരോ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നു. വാക്കവി പ്രസംഗിക്കാൻ വരണമെങ്കിൽ കിവി ഫ്രൂട്ട്സ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കഴിഞ്ഞില്ലേ? കഞ്ഞിവെള്ളം കുടിച്ച് ജീവിക്കാനാണ് ഇപ്പൊ കൊതി സഹോദരൻ. പേടിച്ചിട്ട്. അപ്പോ ഈ ഈന്തപ്പന തോട്ടത്തിൽ പോയി നിന്നുകൊണ്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചപ്പോ ആ സഹോദരൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ നാട്ടിൽ ഒരു പാവപ്പെട്ട ഉസ്താദുണ്ട്. പാവപ്പെട്ട ഉസ്താദ്. നബിതങ്ങൾ എന്ന് പറഞ്ഞ വല്ലാത്ത സ്നേഹം. പറയുമ്പോ കണ്ണ് നിറയാണ്. വെള്ളിയാഴ്ച കയറിന്തേലും പറഞ്ഞ അപ്പൊ കണ്ണ് നിറയാണ്. ആ ഉസ്താദിന് ഞാനൊരു സമ്മാനം കാണിക്കാൻ കൊണ്ടുപോയി. എന്താണെന്നറിയോ? ഉഹുദ് മലയുടെ ഉള്ളറയിൽ അല്ലാഹുവിന്റെ റസൂൽ മണിക്കൂറുകളോളം ഇരുന്ന ഒരു സ്ഥലമുണ്ട്. യുദ്ധത്തിന്റെ സമയത്ത് ഇരുന്ന ഒരു സ്ഥലം. ആ സ്ഥലത്ത് ഇന്നും സുഗന്ധമാണെന്നാണ് പറയുന്നത്.
സുന്നത്ത് ജമാഅത്ത് അവിടെ പോയി പഠിക്കട്ടെ, പുസ്തകങ്ങൾ മാറ്റിവെക്കും, അവിടെ പോയി പഠിക്കും. അവിടെ ഇന്നും സുഗന്ധമെന്ന ഈ രാത്രിയിലും അവിടെ സുഗന്ധമാണ്. അറബികൾ അവിടെ കെട്ടിയടച്ചു വെച്ചിരിക്കുന്ന അകത്തേക്ക് ആളെ വിടാതെ. പക്ഷേ ചില മഹാന്മാർ, ചില ആരിഫ്യങ്ങളൊക്കെ അവിടെ പോയിട്ട് വരാനുണ്ട്. അവിടുത്തെ പാറയിൽ നിന്നും ഒരു കല്ലുകൊണ്ട് ഇടിച്ചു പൊട്ടിച്ചൊരു ചെറിയ കഷണം ആ സഹോദരൻ പറയുന്നു, ഉസ്താദെ എന്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവന്നു. അവിടെ നിന്നൊന്നും എടുത്തുകൊണ്ട് വരാൻ പാടില്ല, എങ്കിൽ പോലും ഞാൻ കൊണ്ടുവന്നു. എന്റെ വീട് വല്ലാത്ത സുഗന്ധം. എന്റെ നാട്ടിൽ വന്നിട്ട് ഞാൻ ആ പള്ളിയിലെ ഹത്തീബിന് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദെ ഇത് എനിക്ക് അവിടെ കൊണ്ട് തിരിച്ചു കൊടുക്കാനുള്ളതാണ്, തിരിച്ചു വെക്കാനുള്ളതാണ്. ഉസ്താദ് പ്രവാചക പ്രേമം പറയുമ്പോൾ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആ സഹോദരൻ ഉസ്താദ് അത് വാങ്ങിയിട്ട് പറഞ്ഞതാ, മരിക്കുന്നതുവരെ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, ഇതെന്നോട് നീ തിരിച്ചു ചോദിക്കാൻ പാടില്ല, ഇതെനിക്ക് വേണമെന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുപോയി. ഉസ്താദെ എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ സഹോദരൻ പറയാം, അങ്ങനെയുള്ള മുത്തായ നിബിധങ്ങൾ പിന്നെ ഇബ്ലീസിന്റെ ശത്രുവല്ലേ. ഞാനൊരു നിലാവായിരുന്നെങ്കിൽ മദീനതൻ വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലതൻ വീട്ടിലായി മാത്രം പറന്നേനെ. ഞാനൊരു മലരിൻ മണമായിരുന്നെങ്കിൽ മദീനതൻ കാറ്റിലായി മാത്രം ലയിച്ചേനെ. അമ്പിളി തോൽക്കും അഹദിൽ വിരിഞ്ഞോ അമ്പവന്തമ്പിയ രാജാനബിയോ. ആ പുണ്യ സവിധത്തിലായൊന്നണയാ ഉള്ളം കൊതിച്ചു പോയി, എന്റെ ചിത്തം തുടിച്ചു പോയി. ഞാനൊരു വെള്ളി നിലാവായിരുന്നെങ്കിൽ മദീനത വാനിലായി മാത്രം ഉദിച്ചേനെ. ഞാനൊരു പാറും പിറാവായിരുന്നെങ്കിൽ റൗലതൻ മേട്ടിലായി മാത്രം പറന്നേനെ. അല്ലാഹുവേ, ആ മുത്തുനബി ഞങ്ങളുടെ റൗല കാണാതെ ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ. അല്ലാഹുവേ, നിന്റെ ഹബീബിന്റെ ചാരത്തെത്തിക്കാറ് ഞങ്ങളെ മരിപ്പിക്കല്ല റഹ്മാനെ. മസ്ജിദുൻ നബവിയുടെ മുമ്പിലൂടെ കരഞ്ഞുകൊണ്ട് പാട്ടുപാടി നടക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം തരണ തമ്പുരാനെ. റൗലാ ശരീഫിന്റെ പച്ചക്കുപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന മഹാന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റബ്ബേ. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ സഹോദരങ്ങളെ, ഒരു വല്ലാത്ത അനുരാഗമാണ് മതി. ഒന്നാമത്തെ ശത്രു നബിയെ താങ്കളാണ്. രണ്ടാമത്തെ ശത്രു ആരാ? മുത്തൊളി ദീപം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കാൻ. രണ്ടാമത്തെ ശത്രുവിനെ കുറിച്ച് ഇബ്ലീസ് പറഞ്ഞതെന്താണെന്നറിയോ? സമ്പത്തും വിനയവും ഒരുപോലെ ഒരുമിച്ച് കൂടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സ്വർഗം നിർബന്ധമാണ്, അവരെന്റെ ശത്രുവാണ്. എത്ര പണം കൂടുന്നുവോ അത്രത്തോളം അഹങ്കാരവും നമുക്ക് കൂടൂലേ? എത്ര പണം കുറയുന്നുവോ അത്രത്തോളം വിനയവും. ഈ പണം എപ്പോ കൂടുന്നുവോ അത്രത്തോളം നമ്മൾ അഹങ്കരിക്കില്ലേ? സഹാബകളിൽ ഏറ്റവും വലിയ സമ്പന്നനായിരുന്നു ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതെന്തേ? വറഫീഖി ഫിൽ ജന്നത്തി ഉസ്മാൻ, സ്വർഗത്തിൽ എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ്. 50,000 സ്വർണ്ണ നാണയവുമായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന സ്വഹാബിയാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. മരണപ്പെട്ടപ്പോഴോ വലമ്മാ മാത അബീ അബൂബക്കറിന്റെ ഉപ്പ അബൂബക്കർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ മാ തറക മാലം വലാ ശൈആ, ഒരൽപ്പം ഒരു തുണ്ട് തുണി പോലും എന്റെ മുത്താര അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉപേക്ഷിച്ചിരുന്നില്ല. സ്വന്തമായിട്ടൊന്നുമില്ലായിരുന്നു. എന്റെ സഹോദരങ്ങളെ ചിന്തിക്കുക, പണവും സമ്പത്തും ഒരുമിച്ച് വിനയം ഒരുമിച്ച് കടന്നു വന്നാൽ, പണവും വിനയവും ഒരുമിച്ച് കടന്നു വന്നാൽ അവർക്ക് സ്വർഗം നിർബന്ധമാ. അവർ ഇബ്ലീസിന്റെ ശത്രുക്കളാ. ഇന്നങ്ങനെ ഒരുമിച്ച് വരാറില്ലല്ലോ. ഇന്ന് പണവും വിനയവും അങ്ങനെ ഒരുമിച്ച് വരാറില്ലല്ലോ. എന്റെ സഹോദരങ്ങളെ നെയ്യത്ത് ചെയ്യുക. അല്ലാഹു നമുക്ക് തരുന്ന പണം എത്രത്തോളമാണെങ്കിലും അത് പരീക്ഷണമാണ്. അത് ഏത് രീതിയിലൂടെ ചിലവഴിക്കുന്നു എന്ന് ചിന്തിക്കുക. ഓരോ നാണയത്തൊട്ട് ചിലവഴിച്ചതിനും പടച്ചോന്റെ കോടതിയിൽ പ്രതിഫലം നിങ്ങൾക്ക് അല്ലാഹു തരുന്നതാണ്. അത് ഹറാമിനാണെങ്കിൽ എങ്ങനെ, ഹലാലിനാണെങ്കിൽ എങ്ങനെ. എന്റെ സഹോദരങ്ങളെ, റജബ് മാസത്തിന്റെ രാത്രിയല്ലേ ഇത്? റമളാൻ മാസം വരാൻ പോവുകയാണ്. അല്ലാഹുവേ, ഏറ്റവും അധികം പണം ഈ സമുദായം ചിലവഴിക്കുന്നത് റമളാൻ മാസത്തിലാണ്. ആ റമളാൻ വരുന്നതിന് മുമ്പ് ഞങ്ങളെ മരിപ്പിക്കല്ല റബ്ബേ.
റമളാൻ വരുന്നതിന് മുമ്പ് മരിപ്പിക്കല്ല റബ്ബേ. റജബ് മാസത്തിന്റെ അനുഗ്രഹീത രാത്രിയിൽ നിന്നുകൊണ്ട് പൊട്ടിക്കരയുകയാണ് ഉമ്മമാരെ. ഒരു സലാത്തിന് 70 സലാത്തിന്റെ കൂലി കിട്ടുന്ന, ഒരു ഖുർആനിന്റെ ആയത്തിന് 7000 ആയത്തിന്റെ പ്രതിഫലം കിട്ടുന്ന റമളാൻ ഇങ്ങനെ കടന്നു വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയ സൗഭാഗ്യമാണ് ഈ മജ്‌ലിസ്. റമളാൻ മാസം വരുന്നതിന് മുമ്പ് മരിച്ചുപോയ സങ്കടമാണ്. റമളാൻ വരുന്നതിന് മുമ്പ് മരിച്ചുപോയ നഷ്ടമാണ്. എന്റെ സഹോദരങ്ങളെ, നിയത്ത് ചെയ്യുക. ഈ റമളാനെ പഴയതുപോലെ നമുക്ക് വിടാൻ കഴിയില്ല. ഈ മനോഹരമായ നാടിന്റെ പരിസരത്തുള്ളവരെ ആ പള്ളിക്കകത്ത് ആരാധന കൊണ്ട് ഇബാദത്ത് കൊണ്ട് അലങ്കരിക്കണം. നമുക്ക് ആ പിശാചിന്റെ കഴുപ്പറക്കണം സഹോദരങ്ങളെ. എന്നിട്ട് വിനയമുള്ളവരാകുക. അല്ല എത്ര പണം തന്നാലും, അല്ല എത്ര സൗഭാഗ്യം തന്നാലും പടച്ചോനെ നിങ്ങൾ മറക്കണ്ട. അഹങ്കാരം നിങ്ങളുടെ മനസ്സിലേക്ക് വരണ്ട. എത്രയോ അഹങ്കരിച്ചവരാണ് ഇന്നിവിടെ, അവരിന്നിവിടെ. ഇന്ന് പേര് പോലും പറയുന്നുണ്ടോ? അള്ളാന്റെ പള്ളിപ്പറമ്പിൽ കൊണ്ടുപോയി അടക്കിയിട്ട് മടങ്ങി വന്നാ പിന്നെ ബാക്കിയുണ്ടോ? എത്ര പണം ഉണ്ടാക്കിയിട്ടുണ്ട്. തീരുമാനിക്കും. മനസ്സിലുള്ള കുഷ്ഠങ്ങളെ മാറ്റിവെക്കുക. കൂടപ്പിറപ്പുകളോട് പിണങ്ങിയിരിക്കുന്ന പിണക്കം അവസാനിപ്പിക്കുക. കുടുംബബന്ധം ചേർക്കുക. എന്നിട്ട് മനസ്സിൽ ഉറപ്പിച്ച് നിയപ്പ് ചെയ്തുകൊണ്ട് പറയുക. റമളാൻ പൂരപ്പറമ്പ് പോലെയാണ് പ്രതിഫലം തരിക. ഓരോ സെക്കൻഡിലും ഓരോ മലക്കുകൾ ദുആ ചെയ്യുമത്ര റമളാൻ. അള്ളാഹു നമ്മെ തെരഞ്ഞെടുക്കുമാറാകട്ടെ. റമളാൻ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഈ പള്ളിക്ക് വേണ്ടി ഒരു സ്വതക്ക ഞാൻ പിരിവിന് വേണ്ടി നിർത്തുകയല്ല. 2 മിനിറ്റ് പ്രസംഗത്തിന്റെ ഇടയിൽ ഞാനൊന്ന് ചോദിക്കാം. ഭാഗ്യശാലികളായ ചില വ്യക്തികൾക്ക് മാത്രം എഴുന്നേക്കാൻ പറ്റുന്ന ഒരു വലിയ സൗഭാഗ്യം. ഇതൊരു പിരിവാണെന്ന് കരുതരുത്. പിരിവ് ഇൻഷാ അല്ലാഹ് പ്രസംഗത്തിന് ശേഷമുള്ളൂ. ഇതിനിടയിൽ ഇപ്പൊ ഞാനൊന്ന് റമളാനെ കുറിച്ച് പറഞ്ഞപ്പോ വേദന വന്നതുകൊണ്ട് പറയാം. കൊല്ലം ജില്ലയുടെ തുടക്കമായ നിലമേൽ എന്ന് പറയുന്ന സ്ഥലത്ത് 4 ഖബറുകളുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിന് മുമ്പുള്ള റമളാൻ മാസത്തിന്റെ ഒരാഴ്ച മുമ്പ് അടക്കിയ ഖബറുകളാണ്. അതിൽ 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിനെ കിടത്തിയിരിക്കുന്ന ചെറിയ ഖബർ ഉൾപ്പെടെ സ്കാരപ്പിഴമ്പുള്ള 3 പർദ്ദയിട്ട സഹോദരിമാരുടെ ഫോട്ടോ പത്രത്തിലൂടെ വന്നു. അന്ന് റമളാൻ മാസത്തിന് 3 ദിവസം മുമ്പ്. എന്താ സംഭവിച്ചത്? റമളാൻ വേണമെന്ന് കൊതിച്ചിരുന്ന് വിദേശത്തിരുന്ന് ഭർത്താവ് വന്ന് ഒരു വീടിന്റെ പുരതാമസം വരുന്നിട്ട് കുടുംബസമേതം വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് യാത്ര പോയ വാഹനം തിരുവനന്തപുരം ജില്ലയുടെ എൻഡായ കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഇടിച്ച് ചതഞ്ഞരഞ്ഞ് റോഡിൽ കിടന്ന റമളാന് 4 ദിവസം മുമ്പ് മരണപ്പെട്ടു. ആ കുടുംബത്തിന്റെ അവസ്ഥ എന്താ? നമുക്ക് മരണമില്ലെങ്കിലും റമളാൻ മാസത്തിൽ നമ്മുടെ മക്കൾക്ക് രോഗം വന്നാൽ നമ്മൾ എവിടെയായിരിക്കും? ഹോസ്പിറ്റലിലായിരിക്കും. നമുക്ക് അല്ലാഹു രോഗം തന്നാൽ നമ്മൾ ഹോസ്പിറ്റലിലായിരിക്കും. എല്ലാ രോഗവും പടച്ചോന് മാറ്റാൻ കഴിയും. എന്റെ ഉമ്മാക്ക് 2 കാലും നീരാണ്. മസ്ജിദുൻ നബവിയിൽ നിസ്കരിക്കുന്നതിന്റെ പ്രതിഫലം ഉംറയുടെ ക്ലാസ്സിൽ പറഞ്ഞപ്പോൾ ആ സദസ്സിൽ ഇരുന്നുകൊണ്ട് കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, മോനെ നിന്നെ വിശ്വസിച്ചാണ് ഞാൻ വരുന്നത്. വീൽ ചെയറിൽ എന്നെ ഉരുട്ടിക്കൊണ്ട് നടക്കണം. എന്നെ കൊണ്ട് കഴിയില്ല മോനെ അവിടെ നിസ്കരിക്കാൻ. ആ ഉമ്മ, ഞാനും എന്റെ ഭാര്യയും എന്റെ മക്കളും തളർന്നിട്ട് പോലും തളരാതെ കുതിരക്കുട്ടിയെ പോലെ മസ്ജിദുൻ നബവിയിലും മക്കയിലും ഓടി നടന്നു. എന്തുകൊണ്ടാ? അത് അല്ലാഹു ചേർത്ത് കൊടുക്കുന്ന ശിഫായിന്റെ പുണ്യമാണ്. അത് നമുക്ക് അതിൽ ഇടപെടാൻ കഴിയില്ല. അത് അള്ളാഹു കൊടുക്കുന്ന, അവന്റെ ഇഷ്ടക്കാർക്ക് കൊടുക്കുന്ന വലിയ സമ്പാദ്യമാണ്. ഞാൻ ഇത്രയും സദസ്സിൽ എന്റെ ഉമ്മയുടെ ആരോഗ്യത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ ഈ ജനങ്ങളൊക്കെ ആമീൻ പറയുമ്പോ അള്ളാഹ്ക്ക് എങ്ങനെയാ വേദന മാറ്റിക്കൊടുക്കാതിരിക്കാം? ഒരു റക്അത്ത് പോലും കസേരയൊന്നും നിസ്കരിച്ചില്ല. ഫുള്ള് പടച്ചോന്റെ പള്ളിയിൽ. വീട്ടിലാണെങ്കിലോ കസേരയിൽ കട്ടിലുമാണ് നിസ്കരിക്കുന്നത്. ചില ദുആ അങ്ങനെയാണ്, ചില മജ്‌ലിസ് അങ്ങനെയാണ്. ഇവിടെ നിറഞ്ഞു കവിഞ്ഞിരിക്കുന്ന സദസ്യരോട് പറയുകയാണ്, റമളാനിന്റെ മുഴുവൻ പുണ്യം കിട്ടാൻ ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കും. റമളാന്റെ മുഴുവൻ പ്രാർത്ഥനയും കിട്ടാൻ, റമളാന്റെ പിറയുടെ സന്ദർശനം മുതൽ ശവ്വാലിന്റെ പിറ ഉദിക്കുന്നത് വരെ റമളാനിന്റെ മുഴുവൻ സെക്കൻഡിലെയും ദുആയും പൊരുത്തവും പ്രാർത്ഥനയും കിട്ടണം എന്ന് നിയ്യത്ത് വെച്ചുകൊണ്ട് ഈ പള്ളിക്ക് വേണ്ടിയിട്ടൊരു 30,000 രൂപ 30 റമളാനിന്റെ ഒരു മാസത്തിലെ 30 ദിവസം മനസ്സിൽ കരുതി. നിങ്ങൾ ചിലപ്പോ കോടികൾ തിരിച്ചുമറിക്കുന്നവരായിരിക്കാം, ലക്ഷക്കണക്കിന് രൂപ തിരിമറി നടത്തുന്നവരായിരിക്കാം, വലിയ ബിസിനസ്സുകാരായിരിക്കാം. പക്ഷേ ഇതിന് ചിലപ്പോൾ പറയാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇവിടുത്തെ പാവപ്പെട്ടവരായിരിക്കാം. കാരണം എന്തേ? ഇതെങ്ങനെ വെറുതെ പടച്ചോന് കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഈ സദസ്സിനെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, എന്റെ റമളാനിന്റെ പ്രാർത്ഥനകളിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാർ ഏറ്റിക്കാത്തിരിക്കുന്ന വള്ളക്കടവ് പള്ളിയുടെ പ്രാർത്ഥനകളിൽ ഈ വ്യക്തികൾക്ക് ഞാൻ സ്ഥാനം കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാൻ, റമളാനിന്റെ 30 ദിവസത്തെ നിയ്യത്ത് ചെയ്ത് 30 ദിവസത്തിന്റെ രാവിന്റെയും പകലിന്റെയും മുഴുവൻ സെക്കൻഡിന്റെയും പ്രതിഫലവും പൊരുത്തവും പ്രാർത്ഥനയും കിട്ടാൻ ഒരു 30,000 രൂപ പടച്ചോന്റെ നക്ഷത്രമാണ് ഈ പള്ളിക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യുക. ആദ്യമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കാൻ ഭാഗ്യമുള്ള സഹോദരനായ അള്ളാഹു അനുഗ്രഹിക്കുന്ന ആരാണെങ്കിലും ഒരാൾ ഒന്നെഴുന്നേറ്റ് ഒരു 30,000 രൂപ ബറക്കത്തിനൊന്ന് പറയാം.
ഏതു ഭാഗ്യവാനാണെങ്കിലും കുലൂ തക്ബീർ, കുലൂ തക്ബീർ, കുലൂ തക്ബീർ. ആ സഹോദരൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഈ പള്ളിക്ക് വേണ്ടി 30,000 രൂപ നിയത്ത് ചെയ്തിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഒരു നല്ല മനസ്സ് നിറഞ്ഞൊരു സലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ റഹ്മാനും കരുണക്കടലുമായ പടച്ചവനെ, പണം നീ തരുന്നതാണ്, അതുപയോഗിക്കാനാണ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ സദസ്സിന്റെ മുമ്പിലിരുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരൻ 30,000 രൂപ നമ്മുടെ പള്ളിക്ക് വേണ്ടി നിയത്ത് ചെയ്തിരിക്കുന്നു. അല്ലാഹുവേ, ആ സഹോദരന് ക്യാൻസർ കൊടുക്കല്ല അല്ലാ, ട്യൂമർ കൊടുക്കല്ല അല്ലാ, വൃക്ക തകരാറിലാക്കല്ല അല്ലാ, ലക്ഷക്കണക്കിന് രൂപ ഹോസ്പിറ്റലിൽ കെട്ടിവെക്കുന്ന മരുന്നിന്റെ രോഗികളാക്കി മാറ്റ അല്ലാ. അല്ലാഹുവേ, റമളാനിന്റെ ശാപം കൊടുക്കല്ല അല്ലാ, റമളാന്റെ ശാപം കൊടുക്കല്ല അല്ലാ. ഈ സ്വതക്ക നിയത്ത് ചെയ്തതിന്റെ ബറക്കത്ത് കൊണ്ട് റമളാനിന്റെ പിറ കണ്ടത് മുതൽ ശവ്വാലിന്റെ പിറ ഉദിക്കുന്നത് വരെയുള്ള സർവ്വ സെക്കൻഡുകളുടെയും ദുആയും പൊരുത്തവും തൃപ്തിയും അല്ലാഹുവേ നീ കൊടുക്കണേ അല്ലാ, നീ കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ആ സഹോദരന് ഇത് പറഞ്ഞതിന് പകരം 100 കണക്കിന് 30,000 അതിന് പകരം നീ ഇരട്ടിപ്പിച്ചു കൊടുക്കണേ അല്ലാ, ഇരട്ടിപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഒരിക്കലും ഒരു നഷ്ടവും നീ കൊടുക്കല്ല അല്ലാ. ഒരു സഹോദരൻ പറഞ്ഞു അൽഹംദുലില്ലാഹ്. ആരെങ്കിലും ഉണ്ട്? നിർബന്ധമൊന്നുമില്ല, ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ മതി. സ്വന്തം മനസ്സിൽ തോന്നിയാൽ മാത്രം ഒരാൾ എഴുന്നേറ്റു അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ട് ഈ സദസ്സിൽ? സ്ത്രീയുടെ ഭാഗത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയാം. ഭർത്താവിനോട് ചോദിച്ചു. ഒരു വലിയ തുകയായി പോയി ഉസ്താദ് ചോദിച്ചെന്ന് ചിന്തിക്കരുത്. ചിലപ്പോൾ അതുകൊണ്ട് കിട്ടുന്നത് ഒരു വലിയ സമ്മാനമായിരിക്കും അല്ലാഹു നിങ്ങൾക്ക് തരും. ഒരു സംശയവും ആ കാര്യത്തിലില്ല. ഇനി ആരെങ്കിലും ഒരു 30,000 ഒരാൾ കൂടി പറയാം. സദസ്സിന്റെ പുറകിൽ ആരെങ്കിലും കൈ ഉയർത്തിയാൽ എനിക്ക് കാണാൻ കഴിയില്ല, റോഡിൽ നിൽക്കുന്നവരാരെങ്കിലും പറഞ്ഞാൽ എനിക്ക് അറിയാൻ കഴിയില്ല. ഒരാൾ നല്ല മനസ്സോടുകൂടി ഉസ്താദെ ഞാനും കൂടി ഉണ്ടെന്ന് പറയും. ഇത്രയും ജനങ്ങൾ ഇങ്ങനെ നിറഞ്ഞ മനസ്സോടെ റമളാന്റെ തൃപ്തിക്ക് വേണ്ടി ആമീൻ പറയുമ്പോൾ രണ്ടാമതൊരാൾ ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ പുറകില്? അൽഹംദുലില്ലാഹ്, കുലൂ തക്ബീർ. ഇത് ആരെയും പ്രസ് ചെയ്യുകയല്ല, സ്വന്തം മനസ്സിൽ തോന്നിയാൽ എഴുന്നേൽക്കണം. കാരണം അത് പിശാച് സ്വതക്ക ചെയ്യാൻ തോന്നുമ്പോ മനസ്സിലേക്ക് വന്നിട്ട് തട്ടി മാറ്റുമ്പോ അവന്റെ കൈ തട്ടിമാറ്റി, അവന്റെ ചിന്തകളെ തട്ടിമാറ്റി ഞാൻ ഉണ്ടെന്ന് പറയാം. അതിന്റെ 100 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു തരാൻ വേണ്ടി ദുആ ചെയ്യുക. ചിലപ്പോ ബിസിനസ്സിലൂടെ, കച്ചവടത്തിലൂടെ അല്ലാഹു അതിന്റെ 100 ഇരട്ടി ലാഭം ഈ രാത്രി നിങ്ങൾക്ക് തീരുമാനിച്ചാൽ ഒരു വലിയ പുണ്യമാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, പടച്ചവനെ, രണ്ടാമതൊരു സഹോദരൻ കൂടി 30,000 എഴുന്നേറ്റ് സ്വീകരിക്കണേ അല്ലാ. ആ സഹോദരന്റെ വിഷമങ്ങളെ മാറ്റണേ അല്ലാ. ആ സഹോദരന്റെ കുടുംബത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. കരുണക്കടലായ റബ്ബേ, ആ സഹോദരന്റെ സമ്പത്ത് നശിപ്പിക്കല്ല അല്ലാ. ഒരിക്കലും സാമ്പത്തിക പ്രയാസം കൊടുക്കല്ല അല്ലാ. കഷ്ടപ്പാടും ദുഃഖവും കൊടുക്കല്ല അല്ലാ. കരുണക്കടലാര പടച്ചവരെ, ആ സഹോദരന് സ്വർഗം കൊടുക്കണേ അല്ലാ. റമളാനിന്റെ പൂർണ്ണമായ പൊരുത്തം കൊടുക്കണേ അല്ലാ. റമളാനിന്റെ ഒരു സെക്കൻഡിന്റെ പോലും ശാപം കൊടുക്കല്ല അല്ലാ. ആമീൻ പറയുക. ഈ വലിയ സരസിന്റെ ആമീനാണ് പടച്ചവനെ ആ സഹോദരന്റെ നേട്ടമെന്ന് വിശ്വസിക്കുകയാ. അതുകൊണ്ട് ഈ ആമീൻ ഞങ്ങൾ കാണാത്ത മലക്കുകൾ വരെ ആമീൻ പറയുന്ന ഈ രാത്രിയിൽ ആ മലക്കുകളുടെ ആമീൻ സ്വീകരിച്ചുകൊണ്ട് ആ സഹോദരനെ രക്ഷപ്പെടുത്തണേ അല്ലാ. ക്യാൻസർ രോഗം കൊടുക്കല്ലേ അല്ലാ. ഈ 30,000 പകരം 100 ഇരട്ടി സാമ്പത്തികം നീ തിരിച്ചു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഉണ്ടോ? 3 ആളാകണമല്ലോ. ഒറ്റയാക്കൽ സുന്നത്താണ്. അത് വെറും വാക്കല്ല, മുത്തുനിബിതങ്ങളുടെ വാക്കാണ്. അൽവിക്റു സുന്ന, ഒറ്റയാക്കൽ സുന്നത്തെന്ന് പറഞ്ഞെങ്കിൽ കറകളെന്ന് ആരുടെയും മുന്നിൽ അതൊരു അലങ്കാര പദമല്ല. ഇവിടെ അതിന്റെ ഒരു പൂർത്തീകരണത്തിൽ എന്റെ വിഷയത്തിലേക്ക് കടക്കാൻ ഒരാൾ കൂടി ഒന്ന് പറയണം. അതിന് സുന്നത്ത് ജമാഅത്തിന്റെ രുചിയുണ്ടാകട്ടെ, അതിന് പ്രവാചക പ്രേമത്തിന്റെ ആനന്ദമുണ്ടാകട്ടെ. ഈ രണ്ടുപേര് പറഞ്ഞതിനേക്കാളും രസത്തോടെ, സുഖത്തോടെ ഒരു മുത്തുനിബിതങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പ്രവാചക പ്രേമത്തിന്റെ ഒരു ബന്ധത്തിന്റെ പേരിൽ ഒരാൾക്ക് കൂടി പറയാൻ കഴിയും. അൽഹംദുലില്ലാഹ്, അതൊരു വലിയ നേട്ടമാണ്. ഒരു ഉമ്മ പറഞ്ഞിരിക്കുന്നു സുബ്ഹാനല്ലാഹ്. അതല്ലേ നേട്ടം?
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചക ചര്യയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു മാതാവാണ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞത്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലൈഹി വസല്ലം. പടച്ചവനെ ആ ഉമ്മായെ അനുഗ്രഹിക്കണേ അല്ലാഹ്. എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കാമയും പറയുക. അല്ലാഹുവേ മക്ക കാണാൻ മദീന കാണാൻ ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. 30,000 രൂപ പറയാം മൂന്നാമതായിട്ട് ആ ഉമ്മ മനസ്സ് വെച്ച് പോരെങ്കിൽ രാജാതിരാജനാര അല്ലാഹ് ആ ഉമ്മാക്ക് ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഈമാനില്ലാത്ത മരണം കൊടുക്കല്ല അല്ലാഹ്. സുന്നത്തിന്റെ കാര്യം പറഞ്ഞപ്പോ എന്റെ പ്രവാചകന്റെ സുന്നത്തല്ലേ മൂന്നാമതായിട്ട് ഞാൻ പറയുമ്പോ അതിന്റെ കൂലി കൂടി എനിക്ക് കിട്ടുമല്ലോ. അല്ലാഹുവിന്റെ റസൂൽ തമാശക്ക് പോലും ഒരു വെറും വാക്ക് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ആ ഉമ്മ അതിനുവേണ്ടി മനസ്സ് കാണിച്ചെങ്കിൽ അവരെ ഒരിക്കലും ഒറ്റപ്പെടുത്തല്ല അല്ലാഹ്, കഷ്ടപ്പെടുത്തല്ല അല്ലാഹ്. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞല്ലോ. ഇനി ഞാൻ അതൊന്നും ഇടയിൽ ഒന്ന് ചോദിച്ചെന്ന് മാത്രമുള്ളൂ. വിഷയത്തിന്റെ ബാക്കി ഭാഗം പറയുന്നു, പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ഇൻഷാ അല്ലാഹ് ചോദിക്കും. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. പുന്നാര നബി തങ്ങൾ പറയുന്നു, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞ മൂന്നാമത്തെ ശത്രുവാരാ? നിർത്താറായോ? 2 മണിക്കൂർ കഴിഞ്ഞ് 8 മണിക്കല്ലേ തുടങ്ങിയ? 9:30 10 2:30 ആയല്ലേ? 2:30 മണിക്കൂറായി. കൂടിപ്പോയി. എന്നാലും കഷ്ടപ്പെട്ട് നിങ്ങൾ നിൽക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. കുറച്ച് കാര്യങ്ങളൂടെ എന്തായാലും പറയണമല്ലോ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹിയോട് പറയുകയാണ്, എന്റെ അടുത്ത ശത്രുവാരാണ്? ഇബ്ലീസ് പറയുന്നു, നബിയെ നീതിമാനായ ഭരണാധികാരിയാണ്, അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഭരണം നടത്തുന്ന ഭരണാധികാരിയാണ്. പള്ളിയുടെ പ്രസിഡന്റായാൽ, സംഘടനയുടെ ചെയർമാനായാൽ, അള്ളാഹുവെ ഒരു കുടുംബനാഥനായാൽ നീതിയോടുകൂടി ഭരണം നടത്തുന്നവർക്കാണ് ഇതിന്റെ നേട്ടമുള്ളത്. നാലാമതാരാണ് ശത്രുവെന്ന് ചോദിക്കുമ്പോ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറയുന്ന, നബിയേ ഹാഫിളീങ്ങളാണ്, നബിയേ ഹാഫിളീങ്ങൾ എന്റെ ശത്രുക്കളാണ്. ഖുർആൻ മനഃപ്പാഠമാക്കുന്നവർ എന്റെ ശത്രുക്കളാണ്. പടച്ചവനെ ഞങ്ങളുടെ മക്കളിൽ ഒരാൾ നീ ഹാഫിളാക്കി തരണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളിൽ ഒരാളെ നീ ഹാഫിളാക്കി തരണേ പടച്ചവനെ. അല്ലാഹുവേ ഞങ്ങളുടെ മക്കൾ, ഇന്ന് ഞാൻ എന്റെ ഒരു സഹോദരന്റെ ഭവനത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അവിടുത്തെ പൊന്നുമോളന്റെ അരികിലേക്ക് വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഉറങ്ങുമ്പോൾ പറയുന്നത് അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ. അല്ലാഹുവേ ആ പൊന്നുമോളെ നീ നിന്റെ ഇഷ്ടത്തിലാക്കണേ അല്ലാഹ്. ആരാവണമെന്ന് ചോദിച്ചപ്പോ ഡോക്ടറാവണമെന്ന് പറഞ്ഞ തന്റെ കൂടത്തെ നിസ്കാരമുള്ള തലയിൽ ചട്ടമിടുന്ന നിന്നെ പേടിക്കുന്ന ഡോക്ടറാക്കി മാറ്റണ റബ്ബേ. അല്ലാഹുവേ പടച്ചവനെ, നമ്മുടെ മക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിക്കുക. ആരോഗ്യമുള്ള, ഇതിനോട് ഇഷ്ടമുള്ള, മനസ്സിനോട് താല്പര്യമുള്ള നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമ്മൾ ചെന്നാൽ ഓടി വന്ന് കവളത്ത് മുത്തം തരുന്ന നമ്മുടെ അരുമ മക്കൾ, ആ മക്കൾ ആതുല്യങ്ങളും ആലിമീങ്ങളുമാക്കി മാറ്റണം പ്രിയപ്പെട്ടവരെ. വിഷയത്തിന്റെ കൂടുതൽ കൊണ്ട് ഒരുപാട് കാര്യം പറയാനുള്ളത് കൊണ്ട് സമാപിപ്പിക്കുകയാ. ചുരുക്കി ഞാനെന്ന് പറയട്ടെ, ഇബ്ലീസിനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഹാഫിളീങ്ങളെ എന്തുകൊണ്ടാണ് നിനക്ക് ശത്രുത വരാൻ കാരണം? നബിയേ ഖുർആൻ മനസ്സിന്റെ അകത്ത് കൊണ്ടു നടക്കുന്നവർക്ക് സ്വർഗം നിർബന്ധമാണ്, അവർക്ക് സ്വർഗം നിർബന്ധമാണ്. അവരവരുടെ മക്കളെ, അവരവരുടെ മാതാപിതാക്കളെ അല്ലാഹുവിന്റെ കോടതിയിൽ സ്വർഗത്തേക്ക് കൊണ്ടുപോകുന്നതാണ്, പടച്ചോന്റെ കോടതിയിൽ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ആതുല്യങ്ങൾ ആദ്യം അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ എന്റെ ഉമ്മ എവിടെ, എന്റെ ഉപ്പ എവിടെ? എന്നിട്ടവരെ സ്വർഗത്തിലേക്ക് ഈ ഹാഫിളീങ്ങൾ കാരണമല്ല കൊണ്ടുപോകുന്നതാണ്. മാത്രമല്ല അവര് കാരണം അവരുടെ മാതാപിതാക്കൾക്ക് സർവ്വ അനുഗ്രഹങ്ങളുമല്ല കൊടുക്കുന്നതാ. ഒരു ഹാഫിളുണ്ടോ തലശ്ശേരിയില്? ഇഫ്ള് പൂർത്തിയായ ഒരു പൊന്നുമോനുണ്ടോ തലശ്ശേരിയില്? വെറുതെ ഹാഫിളായാ പോരാ, ഹാഫിളായി കറകളഞ്ഞ സുന്നത്ത് ജമാഅത്തിന്റെ പാണ്ഡിത്യത്തിന്റെ വലിപ്പമുള്ള മനസ്സിന്റെ ഉടമകളായി മാറണം നമ്മുടെ മക്കള്. അല്ലാതെ ഹാഫിളായിട്ട് കാര്യമില്ല. ഖുർആനിൽ കഴിവും തറവുമുള്ള നല്ല മക്കളായി നമ്മുടെ മക്കള് മാറുക. എന്ത് രസമാണ് ഖുർആൻ ആഫിളീങ്ങൾ ഓതുന്നത് കേൾക്കാൻ. നിന്റെ മക്കൾ അടുത്ത് വന്നിരുന്ന് ഖുർആൻ ഓതുന്നത് കേൾക്കാൻ കൊതിയില്ലേ ഉമ്മ? ആ
ആഗ്രഹമില്ലേ ഉമ്മ? എന്റെ നാട്ടിലൊരു പ്രിയപ്പെട്ട സഹോദരൻ അല്ലാഹുവേ റമളാൻ മാസം വരുന്നതിന് മുമ്പ് ആ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ഉപ്പ സൗദി അറേബ്യയിൽ വെച്ച് 1.5 മാസം മുമ്പ് മരണപ്പെട്ടു പോയി. ആ പെങ്ങള് പറയുന്ന പൊന്നുമോനെ ഇപ്പതിന് കൊണ്ടാക്കിയിരിക്കയായിരുന്നു ഉസ്താദേ. ഉപ്പ മരിച്ചപ്പോൾ എനിക്ക് കഴിയില്ല. അവൻ കരഞ്ഞുകൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഒരു കുടുംബത്തിലെ ഭർത്താവ് മരിച്ചാ സർവ്വതും കഴിഞ്ഞില്ലേ. അല്ലാഹുവേ ഞങ്ങളെ കാത്തുരക്ഷിക്കല്ല. ഇബ്ലീസിന്റെ ശത്രുവാര ഹാത്തുലീങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ മക്കളൊന്ന് വന്നുപോകാ. ഉപ്പമാരുണ്ടെങ്കിലല്ലേ സാധിക്കുകയുള്ളൂ. അവരല്ലേ കഷ്ടപ്പെടുന്നത്, അവരല്ലേ വളർത്തിക്കൊണ്ടുവരുന്നത്, അവരല്ലേ ത്യാഗം ചെയ്യുന്നത്. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ മെയ്യത്ത് ചെയ്യുക. കരുണക്കടലാര പടച്ചിറമ്പുര പെട്ടെന്ന് വിധവകളാകുന്നതിനെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. പെട്ടെന്ന് വിധവകളാക്കുന്നതിനെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇതൊരു വല്ലാത്ത തീരാ സങ്കടമായിരിക്കും. നിങ്ങളൊന്ന് ചിന്തിച്ചേയിരിക്കുന്ന സഹോദരിമാർ, ഇപ്പൊ നിങ്ങളുടെ മുഖത്ത് പ്രസന്നതയും പ്രകാശവും ജീവിതത്തിൽ സന്തോഷമൊക്കെ ഉള്ളത് ഭർത്താവ് ഉള്ളത് കൊണ്ടാണ്. ഒന്നും തരുന്നില്ലായിരിക്കാം, എന്നാലും ഭർത്താവ് ഉണ്ടെങ്കിൽ ഒരു സമാധാനമല്ലേ. ഭർത്താവ് മരണപ്പെട്ടു പോയാലോ 4 മാസവും 10 ദിവസവും ഇരിക്കാൻ നിർബന്ധിതയായ ഒരു പെണ്ണായി നിങ്ങളിരിക്കും. നിങ്ങളുടെ മക്കൾക്ക് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല. എത്രയോ ഉമ്മമാർ കനിവുള്ളവരെ കനിഞ്ഞാലും എന്ന് പറഞ്ഞ് പത്രത്തിലൂടെ വാർത്ത കൊടുക്കുകയാണ് സഹായിക്കാൻ വേണ്ടിയിട്ട്. എത്രയോ ഉമ്മമാർ ഉപ്പയില്ലാത്ത മക്കളെയും കൊണ്ട് യാചിക്കാൻ നടക്കുന്നവരുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന സഹോദരിമാരോട് ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഒരു വലിയ ഇഷ്ടവും പൊരുത്തവുമുള്ള ഒരു സ്വർഗത്തിന്റെ വേദിയാണ്. അള്ളാഹുവിനോട് ചോദിച്ച് ഇബ്ലീസ് ചില കാര്യങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അതെന്തൊക്കെയൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് വേണം നമുക്കിന്ന് ദുആരക്കാൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. എന്റെ സഹോദരിമാരെ, അള്ളാഹു കാരുണ്യവാൻ. എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഇത്ത, ഞാൻ വിവാഹം കഴിച്ച കുടുംബത്തിൽ സാധുവായ കുടുംബമാണ്. ഇന്ന് വിധവയാണ്. ഭർത്താവ് സൗദി അറേബ്യയിൽ വെച്ച് മരണപ്പെട്ടുപോയി. പൊന്നുമോളുണ്ട്, 5 വയസ്സുള്ള പൊന്നുമോൾ വന്ന് വീട്ടിൽ വന്ന് പ്രിയപ്പെട്ട ഉമ്മയോട് ചോദിച്ച ഉമ്മ, എന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന കാർഡിൽ സ്കൂളിലെ ടീച്ചർ ചോദിച്ചു വാപ്പയുടെ സ്ഥാനത്തിന് ആരുടെ പേരെഴുതുമെന്ന് ചോദിച്ചു. അതുവരെ ആ മക്കൾ തന്റെ മോള് തന്റെ ഉപ്പ വരുമെന്ന പ്രതീക്ഷയിൽ കഴിഞ്ഞതാണ്. വിദേശ രാജ്യത്ത് വെച്ച് മരിച്ച് അവിടെ തന്നെ അടക്കി. സഹോദരിമാരെ, നമ്മുടെ ഭർത്താവ് എത്ര കുറവുള്ളവരാകട്ടെ, എത്ര കഷ്ടപ്പെടുന്നവരാകട്ടെ, നഷ്ടം വന്നുപോയാൽ അതൊരു തീരാ നഷ്ടം തന്നെയാണ്. ഞാൻ ആണയിട്ട് എന്റെ സഹോദരിമാരോട് വാക്കു പറയുകയാണ്. അൽഹംദുലില്ലാ, ഈ വന്നിരിക്കുന്ന സഹോദരിമാർ കുടുംബജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നവരുണ്ട്, കടന്നവരുണ്ട്. ഭർത്താവിന് വേണ്ടി മാത്രം എന്റെ ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിച്ച് എന്നെ വിധവയാക്കരുത് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വർണ്ണാഭരണം ഈ സദസ്സിലേക്ക് കൊടുത്തേക്കാൻ പറ്റും. മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയുടെ പേരിൽ ഫാത്തിഹ ഓതി അവർക്ക് വേണ്ടി മാത്രം ദുആരക്കാൻ പോവാണ്. സ്ത്രീകൾക്ക് വേണ്ടി മാത്രം. സഹോദരങ്ങളോട് 30,000 രൂപ വെച്ച് 3 പേര് പറഞ്ഞു. സന്തോഷം. സ്ത്രീകളോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിന്റെ തീര് തെളിച്ചു തരുന്ന നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖാം മിസ്റിലാണ്. പോകാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. സിയാറത്ത് നടത്താൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്റെ ജീവിതത്തിലെ ഇനിയുള്ള ഒരു വലിയ ആഗ്രഹം മിസ്റിൽ പോകണമെന്ന്. ഈജിപ്തിൽ നഫീസ ബീവിയുടെ മഖാമിന് മുന്നിൽ പോകണം. അതിനുവേണ്ടി ഞാൻ നിങ്ങളോട് പറഞ്ഞു, അവിടെ പോയാൽ അവിടെ, മക്കത്ത് പോയാൽ അവിടെ, മദീനത്ത് പോയാൽ അവിടെ. അള്ളാഹുവെ, എന്റെ ഭർത്താവിനെ പെട്ടെന്ന് മരിപ്പിച്ച് എന്റെ കുടുംബത്തിന്റെ തൂണ് ഇളകിപ്പോകുന്ന ഒരവസ്ഥ എനിക്കുണ്ടല്ല റബ്ബേ എന്ന് നിയ്യത്ത് ചെയ്തുകൊണ്ട് നഫീസത്തു മാലറ എന്ന മഹത്തായ ഗ്രന്ഥത്തിന്റെ ബറക്കത്തുള്ള നഫീസയുടെ ചരിത്രമാണല്ലോ. ആ ചരിത്രത്തിന്റെ ഉടമയായ മഹദിയായ നഫീസ ബീവിയുടെ മഖാമിലേക്ക് ഒരു ഫാത്തിഹ ഓതി. ഇവിടെ അള്ളാഹു അനുഗ്രഹിക്കേണ്ട വിഷമങ്ങൾ മാറ്റട്ടെ. ഇബ്ലീസ് ലഅനത്തുല്ലാഹിയെ പടച്ചോന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ കാര്യങ്ങൾ ഒരു 1-2 അത് ഒരുപാട് പറയാനുണ്ട്. എങ്കിൽ പോലും അതിലേക്ക് പ്രവേശിക്കാനുള്ള സാഹചര്യമില്ല. എങ്കിലും ഒരു പൂർത്തീകരണത്തിന്റെ ഭംഗിക്ക് വേണ്ടി പറയുകയാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹിയെ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി പറയാതെ, ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ബിസ്മി പറയാതെ ആരെങ്കിലും കിടന്നാൽ അവന്റെ കൂടെ സുഖിക്കാനും അവന്റെ കൂടെ ഭക്ഷണം കഴിക്കാനും എനിക്ക് അവസരം തരണം എന്ന് ശപിക്കപ്പെട്ടവനായി ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറഞ്ഞു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെ ആരെങ്കിലും ഭക്ഷണം കഴിച്ചാൽ അവരുടെ കൂടെ ഇബ്ലീസിൽ നിന്ന് ഭക്ഷണം കഴിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറയാതെ ഭാര്യയുമായി ആരെങ്കിലും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അവന്റെ കൂടെ ഇബ്ലീസും ശാരീരികമായ സുഖത്തിൽ ഏർപ്പെടും. മാത്രമല്ല, അള്ളാഹുവിനോട് പറഞ്ഞു, പടച്ചവനെ, പണത്തിലും മക്കളിലും പങ്കുചേരാൻ എനിക്ക് ഒരവസരം തരണമല്ലാ. സമ്പത്തിൽ എനിക്കൊന്ന് പങ്കുചേരണം, മക്കളിൽ എനിക്കൊന്ന് പങ്കുചേരണം. ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 10 പിശാച് ആ കുഞ്ഞിന് വേണ്ടി ഒരു പിശാച് പ്രസവിക്കുന്ന
ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ 10 പിശാചിന് ആ കുഞ്ഞിന് വേണ്ടി പിശാച് പ്രസവിക്കുന്ന ആ പിശാച് ഓടി മാറി നിൽക്കുന്നതെപ്പോഴാ? കുഞ്ഞിന്റെ വലത്തേ ചെവിയിൽ ബാങ്കും ഇടത്തേ ചെവിയിൽ ഇഖാമത്തും കൊടുക്കുമ്പോഴാ. വെച്ചിരുന്നായി അവസാനം വന്ന് രണ്ടുപേരും ഓർമ്മപ്പെടുത്തിയാണ്. ഇഖാമത്തും കൊടുക്കുമ്പോ മാറിപ്പോകുന്ന. പിന്നീട് ഇബ്ലീസ് ലഅനത്തുല്ലാഹി പറയുന്ന നബിയെ, ഹറാമായ പണം കൊണ്ട് എല്ലാവരിലും ഞാനൊരു പങ്ക് തീർത്തു വെക്കുന്നതാണ്. ശപിക്കപ്പെട്ടവനായ ഇബ്ലീസ് പറയുന്ന റബ്ബേ, എനിക്കൊരു കൂട്ടുകാരനെ തരണമല്ല, സംസാരിക്കാനും കൂടെ യാത്ര ചെയ്യാനും കൂടെ കിടന്നുറങ്ങാനും. അള്ളാഹു പറയുന്നു, കള്ളുകുടിയന്മാർ നിന്റെ കൂട്ടുകാരാണ്. കള്ളുകുടിയന്മാർ വഴിയിൽ കിടന്നുറങ്ങുന്നത് കണ്ടിട്ടില്ലേ? കിടന്നുറങ്ങുമ്പോ എന്തെല്ലാം പുലമ്പുകയാണ് മനസ്സുകൊണ്ട്. അതെല്ലാം എന്തിന്റെ വേല? പിശാച് കൂടെ നിന്നുകൊണ്ട് പ്രേരണ കൊടുക്കുകയാണ്. അള്ളാഹുവേ, ഞങ്ങളെ നീ കാത്തിരക്ഷിക്കല്ല. പിശാച് പറയുന്ന പടച്ചവനെ, മനുഷ്യരെ വഴിതെറ്റിക്കാൻ എനിക്കൊരായുധം വേണം. അള്ളാഹു പറഞ്ഞു കൊടുത്തു, സംഗീതമാണ്, സംഗീതമാണ്, സംഗീതമാണ്. ഇന്ന് അത്യന്താധുനിക വാദ്യോപകരണങ്ങളുടെ സംഗീതം കേട്ടുകൊണ്ട് ആസ്വദിക്കാതെ കിടന്നിറങ്ങുന്ന ചെറുപ്പക്കാരുണ്ടോ? റമളാൻ മാസത്തിൽ പോലും പള്ളിയുടെ മൈക്കിലൂടെ സംഗീതം കേൾക്കുകയാ. അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കട്ടെ. നല്ല നല്ല ബൈത്തുകളും കവിതകളും പാട്ടുകളുമല്ലാതെ മോഡൽ സംഗീതത്തിലേക്ക് സഹോദരിമാര് സഹോദരങ്ങളെ കടന്നു വരരുത്. ശപിക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി പടച്ചവനോട് പറയുന്ന റബ്ബേ, നിനക്ക് വേണ്ടി കൃത്യമായി നിസ്കരിക്കാതെ മരിക്കുന്നവന്റെ ഈമാൻ നശിപ്പിക്കാൻ എനിക്ക് നീ അവസരം തരണമല്ല. അള്ള സമ്മതം കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഓരോ മനുഷ്യനും മരിക്കുന്ന സമയത്ത് പിശാചവന്റെ അരികിൽ വന്നുകൊണ്ടവന്റെ കെലിമ പറയുന്ന നാവിനെ പിടിച്ചു കുലുക്കുമെന്ന അവന് സ്വർഗത്തിന്റെ ഫോട്ടോ ദുനിയാവിൽ വെച്ച് കാണിച്ചു കൊടുത്ത് ഈമാനില്ലാതെ അവനെ മരിപ്പിക്കുമെന്ന. എന്റെ സഹോദരങ്ങളെ, ഈ സരസിൽ വന്നിരുന്ന നമുക്കല്ല, അവസാനം മുത്തുനബിതങ്ങളെ കണ്ടുകൊണ്ട് മരണപ്പെട്ടു പോയ നഫീസ ബീവി റളിയല്ലാഹു അൻഹയുടെ പരിശുദ്ധ മഖാമിലേക്ക് ഫാത്തിഹ ഓതാ, എന്നിട്ട് കണ്ണീരോടെ ദുആരക്ക. അതിനാദ്യമായി ദുആ ചെയ്യുമ്പോ പറയാനുള്ളതല്ല, ഇബ്ലീസിന്റെ ശർറിനെ തൊട്ട് പിശാചിന്റെ ഉപദ്രവത്തെ തൊട്ട് ഞങ്ങളെ കാത്തു രക്ഷിക്കണേ അല്ലാ. കരുണക്കടലായ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അറിവ് അധികരിപ്പിച്ചു തരണേ അല്ലാ. തഖ്വ അധികരിപ്പിച്ചു തരണേ റബ്ബേ. പടച്ചവനെ, ഒരു ഇൽമിന്റെ മജ്ലിസിലെ ഏറ്റവും പ്രാധാന്യം അതിന്റെ ദുആയാണെന്ന ബോധം ഞങ്ങൾക്കുണ്ട് റബ്ബേ. അല്ലാഹുവേ, ഈ ദുആ നീ ഞങ്ങളിൽ നിന്ന് ഖബൂലാക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ പള്ളിക്കു വേണ്ടി പരിശ്രമിച്ച മുഴുവൻ പേരെയും നീ സ്വർഗത്തിന്റെ അഹ്ലുകാരാക്കണേ നാഥ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളുടെ പള്ളിക്കു വേണ്ടി ആദ്യമായി ആ പണിയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തവരൊക്കെ നീ സഹായിക്കണേ റബ്ബേ. ആ പള്ളിയുടെ ആദ്യ കല്ല് വെച്ചത് മുതൽ അല്ലാഹു, എന്ത് രസമാണ് ആ പള്ളി കാണാൻ. അതിനുവേണ്ടി ആ സ്വപ്നം കണ്ടുകൊണ്ട് ഓടി നടന്ന സഹോദരങ്ങൾ ഈ സ്റ്റേജിലുണ്ട് റബ്ബേ. അവർക്കൊക്കെ അതൊരു വലിയ നേട്ടമാക്കി കൊടുക്കണേ അല്ലാ. ലക്ഷക്കണക്കിന് രൂപയുടെ അലങ്കാര പണികളൊക്കെ ചെയ്ത് അല്ലാഹു അതിന്റെ പൂർത്തീകരണം, അതിന്റെ എഞ്ചിനീയർമാരെ നീ അനുഗ്രഹിക്കണം റബ്ബേ. പടച്ചവന് അതിന്റെ പണി നടത്തിയ മുഴുവൻ സഹോദരങ്ങളെയും തൊഴിലാളികളെയും നീ അനുഗ്രഹിക്കണം റബ്ബേ. പടച്ചവനെ, 1 രൂപയാണെങ്കിലും ഒരു പാവപ്പെട്ടവൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ, നിന്റെ തൃപ്തിയും പൊരുത്തവും നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കുന്ന, സുജൂദ് ചെയ്താൽ സ്വീകരിക്കുന്ന ഒരു മസ്ജിദാക്കി പാവപ്പെട്ടവരുടെ ആ മസ്ജിദിനെ നീ മാറ്റണേ റബ്ബേ. 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 മസ്ജിദിനെ നീ മാറ്റണേ